ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വോയിസ് മീഡിയ. ഞാൻ അഡ്വക്കേറ്റ് അനിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആക്റ്റീവ് പാസീവ് വോയിസിനെ കുറിച്ച്. ആക്റ്റീവ് പാസീവ് വോയിസിൽ തന്നെ നമ്മൾ ഇന്ന് സിമ്പിൾ സെൻറ്റൻസസിലാണ് പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ സെൻറ്റൻസിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്റ്റീവ് പാസീവിലേക്കുള്ള കൺവേർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഓരോ ടെൻസിനും അതെങ്ങനെയായിരിക്കും എന്ന് നമ്മളിപ്പം പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇപ്പം നമ്മൾ 28th ക്ലാസ്സാണ്, 28ാമത്തെ ക്ലാസ്സാണ് നമ്മളിത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആക്റ്റീവ് പാസീവ് വോയിസാണ്. ഇനി വരുന്ന കുറച്ച് വീഡിയോകൾ ആക്റ്റീവ് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആക്റ്റീവ് പാസീവ് വോയിസ് പഠിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഇംഗ്ലീഷിനകത്ത് നല്ല ഒരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കാം. ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ബേസിക്സ് ഇതിനകത്ത് പറഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലപോലെ മനസ്സിലാക്കിയാൽ മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ 1, 2, 3 പ്രാവശ്യം നിങ്ങൾ കണ്ട് വ്യക്തമായിട്ട് ഐഡിയ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് ആക്റ്റീവ് പാസീവ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമേ സെൻറ്റൻസസിനെ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെൻറ്റൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. നേരത്തെയുള്ള വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് വാക്കുകളുടെ കൂട്ടം. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. എങ്ങനെയുള്ള വാക്കുകളുടെ കൂട്ടമാണ്? വിത്ത് കംപ്ലീറ്റ് സെൻസ്, പൂർണ്ണമായ ആശയം തരുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആ സെൻറ്റൻസിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിടുന്നു: സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വെർബേ ഉള്ളൂ. എ സെൻറ്റൻസ് വിച്ച് ഈസ് ഹാവിംഗ് ഓൺലി വൺ വെർബ് ഈസ് കോൾഡ് എ സിമ്പിൾ സെൻറ്റൻസ്. നമ്മൾ ഈ ആക്റ്റീവ് പാസീവ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സിമ്പിൾ സെൻറ്റൻസിനെയാണ്. ബാക്കിയുള്ള കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ് ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആക്റ്റീവ് പാസീവ് വോയിസും ടെൻസും റിപ്പോർട്ടഡ് സ്പീച്ചും കൂടെ പഠിച്ചതിന് ശേഷം നമ്മൾ കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസസിനെ പറ്റി പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ സെൻറ്റൻസിനെയാണ്. സിമ്പിൾ സെൻറ്റൻസ് എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻറ്റൻസ് വിച്ച് ഈസ് ഹാവിംഗ് ഓൺലി വൺ വേർഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു വെർബുള്ള സെൻറ്റൻസിനെയാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ സെൻറ്റൻസിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്റ്റേറ്റ്മെൻറ്റ്സ്, ക്വസ്റ്റ്യൻസ്, റിക്വസ്റ്റ്, സജഷൻ, കമാൻഡ്, സർപ്രൈസ്. ഈ 4 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഒന്നുകിൽ അസർട്ടീവ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അഫർമേറ്റീവ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് വിളിക്കും. ക്വസ്റ്റ്യൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രോഗേറ്റീവ്. റിക്വസ്റ്റ്, സജഷൻ, കമാൻഡ് എല്ലാം ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. സർപ്രൈസിനെ നമ്മൾ പറയുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പം നമുക്ക് സിമ്പിൾ സെൻറ്റൻസിനെ തന്നെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: അസർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പരറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഇത് 4 തരത്തിലുള്ള സെൻറ്റൻസിനെ പറ്റി നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് 4ആണ് ഉള്ളത്. ഇനി ഞാൻ ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചുകൊണ്ടാണ് ആക്റ്റീവ് പാസീവ് വോയിസ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന വാട്ട് ഈസ് സിമ്പിൾ സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസിനകത്തു നിന്ന് തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 4: ദി അസർട്ടീവ്, ഇൻറ്ററോഗേറ്റീവ്, ഇമ്പരറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. അതിനകത്ത് നമ്മൾ വീണ്ടും പറഞ്ഞു വി ആർ ഗോയിങ് ടു ലേൺ ആക്റ്റീവ് പാസീവ് വോയിസ് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ്സിനെ കൊണ്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ശരി, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. നോക്കാം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അസർട്ടീവ്, അല്ലെങ്കിൽ അഫർമേറ്റീവ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ആ സെൻറ്റൻസ് കണ്ടാലും നമ്മൾ തിരിച്ചറിയുന്നത്, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനൊരു ഓർഡറുണ്ട്. ഏതൊരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എഴുതിയാലും അതിനൊരു പ്രത്യേക ക്രമത്തിലാണ് വാക്കുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്രമീകരണം എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിനെ പഠിക്കാൻ ഒരു പ്രയാസമില്ല. ഞാൻ ഈ ഓരോന്നിനെ പറ്റി പറയുമ്പോഴും ഞാൻ അവിടെ ഓരോ ഷോർട്ട് കട്ട്സ് പറയുന്നുണ്ടാവും. ശരിക്കുള്ള റൂളിൽ നിന്ന് മാറി ചില ഷോർട്ട് കട്ട്സ് പറയുന്നുണ്ടാവും. ആ ഷോർട്ട് കട്ട്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ദേ ആർ ഓൾസോ നോൺ ആസ് അസർട്ടീവ്, അഫർമേറ്റീവ് ഓർ ഡിക്ലറേറ്റീവ്. ഇതിന് ഓരോന്നിനും എന്തുണ്ട്? ഓർഡർ ഉണ്ട്. അപ്പോൾ ആ ഓർഡർ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അത് തുടങ്ങുന്നത് നൗണിലായിരിക്കും. ഞാനിത് നൗണിലായിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നൗണിൻ്റെ മുമ്പിൽ ഒരു വാക്ക് വന്നൂടെ എന്നൊരു ചോദ്യം ചോദിക്കും. ഇപ്പോൾ ബോയ് എന്ന് പറയാം, ബോയുടെ മുമ്പിൽ എ ബോയ് എന്ന് വന്നൂടെ, ശരിയല്ലേ? അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. അതായത് നൗണാണ് ആദ്യമേ തുടങ്ങിയിരിക്കുന്നത്. അതിന് മുമ്പിൽ എന്തെങ്കിലും ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അഡ്ജക്റ്റീവ് മാത്രമേ ആവാൻ പറ്റുള്ളൂ. നമ്മൾ അതിന് നോക്കണ്ട. വെർബിന് മുമ്പിലായിട്ട് നമുക്കൊരു നൗൺ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെർബ്, നൗണ്, ഓക്സിലറി വെർബ്, ഇതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓർഡർ. നമ്മളിത് സെൻറ്റൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
ഈ ഓർഡർ കീപ്പ് ചെയ്യാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കാം. പക്ഷേ അതെങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ നോക്കിയാൽ റാണി ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയും. അപ്പോൾ ഇതൊന്നുകൂടെ പറയാം. നൗണ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്, ഇതിൻ്റെ ഓർഡറിൽ എഴുതേണ്ട നൗണ് കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് ഓക്സിലറി ആണ്. ഓക്സിലറി കഴിഞ്ഞാൽ പിന്നെ എഴുതുന്ന വെർബാണ്. വെർബ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം എഴുതാം. അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കണ്ടാൽ അറിയാൻ ഒരു പ്രയാസമില്ല. എന്താ കാര്യം? തുടങ്ങുന്നത് നൗണിലായിരിക്കും, അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ശരി. ഇൻട്രോഗേറ്റീവ് ചോദ്യമാണെങ്കിൽ നമുക്ക് കണ്ടാൽ ഉടനെ അറിയാം എന്താ, അവസാനിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ നമുക്ക് ഉടനെ അറിയാം, അവസാനിക്കുന്ന എന്തിലായിരിക്കും? എക്സ്ക്ലമേഷൻ മാർക്കിലായിരിക്കും. അപ്പോൾ സയൻസ് നോക്കി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരു ചെറിയ കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന അസർട്ടീവ് സെൻറ്റൻസ് അല്ല, സെൻറ്റൻസസിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ്സും ഈ റിക്വസ്റ്റും എല്ലാം കൂടെ വരുന്നുണ്ടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇമ്പറേറ്റീവ് സെൻറ്റൻസും അസർട്ടീവ് സെൻറ്റൻസും ഒരേപോലെ അവസാനിക്കും, അതായത് ഫുൾ സ്റ്റോപ്പിൽ തന്നെ അവസാനിക്കും. അസർട്ടീവ് സെൻറ്റൻസും ഇമ്പറേറ്റീവ് സെൻറ്റൻസും എന്തെങ്കിലും അവസാനിക്കും, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. അപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. എങ്ങനെയാണ് ഫുൾ സ്റ്റോപ്പിലാണല്ലോ രണ്ടും അവസാനിച്ചിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നത്, അസർട്ടീവിനെയും ഇമ്പറേറ്റീവിനെയും തിരിച്ചറിയുന്നത് എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാകും. ഒന്നുമില്ല. അസർട്ടീവ് സെൻറ്റൻസ് ആണെങ്കിൽ, അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ തുടങ്ങുന്നത് നൗണിലായിരിക്കും. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ തുടങ്ങുന്നത് നൗണിൽ ആയിരിക്കത്തില്ല. അത് ഉദാഹരണം കൊണ്ട് ഞാൻ മനസ്സിലാക്കി തരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. റാണി ഈസ് ഗോയിങ് ടു സ്കൂൾ. നോക്കാം. ആദ്യമേ നമ്മൾ പറഞ്ഞ ഇതൊരു സെൻറ്റൻസ് ആണോ എന്ന് നോക്കാം. സെൻറ്റൻസ് ആവണമെങ്കിൽ എന്ത് വേണം? അതിനകത്തൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കണം. രണ്ടാമത് അതിൻ്റെ സെൻസ് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ റാണി ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ സെൻസ് കംപ്ലീറ്റ് ആണ്. ശരിയല്ലേ? റാണി സ്കൂളിലേക്ക് പോകുകയാണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? അവിടുത്തെ സെൻസ് കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സെൻറ്റൻസ് ആണെന്ന് പറയാം. രണ്ടാമത് നമുക്ക് എന്ത് പറയാം? ഓർഡർ നോക്കാം. റാണി തുടങ്ങിയിരിക്കുന്ന നൗണിലാണ്, അവസാനിച്ചിരിക്കുന്ന എന്തിലാണ്? ഫുൾ സ്റ്റോപ്പിലാണ്. അപ്പോൾ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്ന നൗണിലാണ്, അവസാനിച്ചിരിക്കുന്ന ഫുൾ സ്റ്റോപ്പിലാണെങ്കിൽ ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെന്താ പറഞ്ഞത്? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അഫർമേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ശരിയല്ലേ? ഓർഡർ നോക്കാം. ആദ്യമേ നൗൺ, അത് കഴിഞ്ഞാൽ പിന്നെ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വെർബ് ഗോ എന്ന് പറയുന്ന വെർബ് എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ളത് എഴുതിയിട്ടുണ്ട്, അവസാനിപ്പിച്ചിരിക്കുക ഫുൾ സ്റ്റോപ്പിലാണ്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞുകൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു തുടക്കുന്ന നൗണിലായിരിക്കണം എന്ന് പറഞ്ഞു. ശരിയല്ലേ? അടുത്ത സെൻറ്റൻസ് നോക്കാം. ദി സ്മോൾ ബോയ് റൺസ് ഫാസ്റ്റ്. അപ്പോൾ ദി സ്മോൾ ബോയ് റൺസ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് അവിടെ നൗൺ? ഏതാണ്? ബോയ് ആണ് നൗൺ. അപ്പോൾ ബോയിലല്ലല്ലോ തുടങ്ങിയിരിക്കുന്നത്. വെർബ് ഏതാണ്? റൺസ് ആണ് വെർബ്. റൺസ് എന്ന് പറയുന്നതാണ് വെർബ്. നൗൺ എന്ന് പറയുന്നത് ബോയ് ആണ്. തുടങ്ങിയിരിക്കുന്ന നൗണിലല്ല. അതിൻ്റെ മുമ്പിൽ വേറെ രണ്ട് വേർഡ് വന്നിട്ടുണ്ട്. ദീം വന്നിട്ടുണ്ട്, അല്ലേ? ദയും വന്നിട്ടുണ്ട്, സ്മോളും വന്നിട്ടുണ്ട്. ദയും സ്മോൾ, ദയും ദീയും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെയുള്ള വീഡിയോ ക്ലാസ്സസ് പഠിപ്പിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി, നോക്കി കണ്ടാൽ മതി. അത് ദ സ്മോൾ ബോയ് റൺസ് ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ബോയ് എന്ന് പറയുന്നതാണ് നൗൺ. ഇപ്പം നൗണിലല്ല, തുടങ്ങിയതിന് മുമ്പ് രണ്ട് വാക്കുണ്ട്. അവിടെ സ്മോൾ ബോയ്, സ്മോൾ എന്ന് പറയുന്നത് നൗണിനെ വിശേഷിപ്പിക്കുന്നു, അഡ്ജക്റ്റീവ്. ദി എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ എന്താണ്? നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ അതും അഡ്ജക്റ്റീവാണ്. അപ്പോൾ നൗണിന് മുമ്പിൽ അഥവാ വാക്കുകൾ വരികയാണെങ്കിൽ അത് എന്തായിരിക്കും? അഡ്ജക്റ്റീവ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും. അതായത് അത് ആ നൗൺ പോകുന്നതിനോട്ടിൻ്റെ കൂടെ എവിടെ പോയാലും കൊണ്ടുപോയിരിക്കണം. എന്നുവെച്ചാൽ ഇറ്റ് വിൽ ബി എ പാർട്ട്, ഒരു പാർട്ടായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നൗൺ എന്ന് പറയുമ്പോൾ നൗണിനോട് അസോസിയേറ്റ് ചെയ്യുന്ന വാക്കുകൾ കൂടി നമ്മളതിനെ പരിഗണിക്കണം. അപ്പോൾ ദി സ്മോൾ ബോയ്. അടുത്തത് റൺസ് ഫാസ്റ്റ്. അപ്പം നമുക്കിവിടെ അറിയാം, നമ്മൾ പറഞ്ഞ അടുത്തതായിട്ട് ഓക്സിലറി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഓക്സിലറി ഇല്ലല്ലോ. റൺസ് എന്ന് പറയുന്ന വീണ്ടും എന്താണ്? വെർബല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ഓക്സിലറീസ് ഉണ്ട്. ഡു, ഡസ്, ഡിഡ്. ഇത് മൂന്നും എപ്പോഴും വെർബിനകത്ത് മെർജായിട്ടാണ് കാണാറുള്ളത്, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ. നോട്ട് ചേർന്ന സെൻറ്റൻസിൽ മാത്രമേ അത് സെപ്പറേറ്റ് ആയിട്ട് കാണുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദി സ്മോൾ ബോയ് റൺസ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞത് ദി സ്മോൾ ബോയ് ഡസ് റൺ ഫാസ്റ്റ് എന്നായിരുന്നു. ആ ഡസ് റണ്ണും കൂടെ ചേർന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? റൺസ് എന്ന് കിട്ടിയത്. ശരിക്കും അതിൻ്റെ ഓർഡർ എഴുതുകയാണെങ്കിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദി സ്മോൾ ബോയ് ഡസ് റൺ ഫാസ്റ്റ് എന്നാണ്. പക്ഷേ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ്, നോട്ട് ചേർന്ന സെൻറ്റൻസ് അല്ലാത്തത് കൊണ്ട് ഡസ് എന്ന് പറയുന്ന വെർബുമായിട്ട് ചെയ്യുന്നുണ്ടേ വെർബ് റൺസ് എന്നായിട്ട് മാറി. അതായത് ഏതെങ്കിലും ഒരു വെർബിൻ്റെ കൂടെ ഡസ് ചേരുകയാണെങ്കിൽ ആ ക്രിയയുടെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർത്ത് എഴുതിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? ദി ബോയ് റൺസ് ഫാസ്റ്റ്. മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് റാണി ഈസ് എ ഡോക്ടർ. റാണി ഈസ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ റാണി എന്ന് പറയുന്ന നൗണാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ ഈസ് എന്ന് പറയുന്നൊരു ഓക്സിലറി ഉണ്ട്, പക്ഷേ അതിനുശേഷം ഒരു വെർബിനെ കാണാനില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കാം. ഡസ് പ്ലസ് ബി ആണ് ഈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈസ് മാത്രമേ ഉള്ളെങ്കിൽ ഈസ് വെർബായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിന് പിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്ന ഓക്സിലറി ഡസ്സും ഒറിജിനൽ വെർബായ ബി ആണ്. ഓക്സിലറിയെ പറ്റി നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്, ഓക്സിലറി നേരത്തെ പഠിപ്പിച്ചാണ്, വേറെ വീഡിയോയിൽ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ ഇതിനകത്ത് എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഓക്സിലറിയെ പറ്റി കൂടുതൽ പറയാം. അപ്പോൾ റാണി ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ റാണി ഡസ് ബി എ ഡോക്ടർ എന്നാണ്. അപ്പോൾ റാണി കഴിഞ്ഞാൽ ഡസ് എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട്, ബി എന്ന് പറയുന്ന വെർബുണ്ട്, അത് കഴിഞ്ഞ് എ ഡോക്ടർ. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത സെൻറ്റൻസ് അവസാനിച്ചിരിക്കുന്ന ഫുൾ സ്റ്റോപ്പിലാണ്. ഗോ ഔട്ട് ഓഫ് ദി ക്ലാസ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആലോചിച്ച് നോക്കാം. ഗോ ഔട്ട് ഓഫ് ദി ക്ലാസ് എന്ന് പറയുമ്പോൾ തുടങ്ങിയിരിക്കുന്ന നൗണിലല്ല, വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത്. അവസാനിച്ചിരിക്കുന്ന ഫുൾ സ്റ്റോപ്പിലാണ്, പക്ഷേ തുടങ്ങിയിരിക്കുന്ന നൗണിലല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയത്തില്ല, ദിസ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റേറ്റ്മെൻറ്റ് and a request or order or command. That is the difference between an assertive sentence and an imperative sentence. Assertive sentence will start with a noun and with a full stop, whereas an imperative sentence will not start with a noun but will end in a full stop. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങൾ പറയാൻ, ആക്റ്റീവ് പാസീവ് വോയിസ് നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അറിഞ്ഞിരിക്കേണ്ടത് ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവൈസ് ചെയ്ത് നല്ലപോലെ വൃത്തിയായിട്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ മുമ്പോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ പറയുന്നത് വാട്ട് ഈസ് എ നൗൺ. നമുക്കറിയാം നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സിംപ്ലി പറഞ്ഞാൽ നെയിമാണ്. വാട്ട് ഈസ് നൗൺ എന്ന് ചോദിച്ചാൽ പറയേണ്ടത് നൗൺ ഈസ് എ നെയിം, ശരിയല്ലേ? അപ്പോൾ നൗൺ എന്ന് പറയുന്നത് ഒരു നെയിമാണ്. എന്തിൻ്റെ നെയിമാണ്? നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. അപ്പോൾ നൗൺ എന്ന് പറയുന്ന പേഴ്സൺ, പ്ലേസ് ഓർ തിങ്ങിൻ്റെ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഉണ്ട്. നൗൺ എന്ന് പറയുന്നത് ആബ്സ്ട്രാക്ട് നൗൺസ് ഉണ്ട്. നമുക്ക് ആബ്സ്ട്രാക്ട് നൗൺസിനെ പറ്റി ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ. ആബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവിൻ്റെയോ വെർബിൻ്റെയോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സിൻ്റെയോ ക്വാളിഫയേഴ്സിൻ്റെയൊക്കെ നാമരൂപങ്ങളാണ്. ഉദാഹരണത്തിന് ഓടുക, അതൊരു ക്രിയയാണ്, അതിൻ്റെ നാമരൂപം ഏതാ? ഓട്ടം, ശരിയല്ലേ? തിന്നുക, തീറ്റി, ശരിയല്ലേ? അപ്പോൾ ഇതെല്ലാം നാമരൂപങ്ങളാണ്. ഇങ്ങനെയുള്ള നാമരൂപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആബ്സ്ട്രാക്ട് നൗൺസ് എന്ന് വിളിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ആബ്സ്ട്രാക്ട് നൗൺസിനെ പറ്റിയൊക്കെ പിന്നീട് സംസാരിക്കാം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നൗൺ എന്താണ്. നൗണിനെ ആദ്യമായിട്ട് പഠിക്കുക. നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. ഓക്കെ, നൗണിനകത്ത് തന്നെ ഒരു സെൻറ്റൻസിനകത്ത് നൗൺ രണ്ട് തരത്തിൽ ഉപയോഗിക്കും. ഒന്ന് ഈ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കും. എന്താണ് സബ്ജക്റ്റ് എന്ന് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ഡൂയിങ് ദി വെർബ്. അപ്പോൾ സെൻറ്റൻസ് ആവണമെങ്കിൽ സെൻറ്റൻസിനകത്ത് എന്തുണ്ടായിരിക്കണം? വെർബ് ഉണ്ടായിരിക്കണം. വെർബ് എന്ന് വെച്ചാൽ എന്താ? ഒരു ആക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബീയിങ് ഉണ്ടായിരിക്കണം. ബീയിങ് എന്ന് വെച്ചാൽ അവസ്ഥ എന്നർത്ഥം. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന അങ്ങനെ ഒരു വെർബിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ജക്റ്റ് എന്നോ ഓബ്ജക്റ്റ് എന്നോ വിളിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കാം. അപ്പോൾ നൗണിനകത്ത് നമ്മൾ പറഞ്ഞ സെൻറ്റൻസിനകത്ത് എന്തുണ്ട്? വെർബുണ്ട്. ആ വെർബിനെ, വെർബെന്ന് വെച്ചാൽ ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? അതാണ് സബ്ജക്റ്റ്. അപ്പോൾ അതാണ് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ഡൂയിങ് ദി വെർബ്. വെർബിനെ ചെയ്യുന്നത് നൗൺ ഏതാണ്? ഒരു സെൻറ്റൻസിനകത്ത് വെർബിനെ ചെയ്യുന്ന, അത് ആദ്യം എഴുതിയിരിക്കുന്നോ അവസാനമുണ്ടോ എവിടെ എഴുതിയിരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിനകത്ത് ഒരു ക്രിയ ചെയ്യുന്ന നാമം, അത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ എഴുതിയാലും സെൻറ്റൻസിന് അവസാനത്തിൽ എഴുതിയാലും അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ എഴുതിയിരിക്കുന്നതല്ല സബ്ജക്റ്റ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും മനസ്സിലുണ്ടാക്കരുത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ എഴുതുന്നതല്ല സബ്ജക്റ്റ്, ബട്ട് ദി നൗൺ വിച്ച് ഈസ് ഡൂയിങ് ദി വെർബ്. വെർബിനെ ചെയ്യുന്ന നൗൺ ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസസ് വെച്ച് ചെയ്യാം, നിങ്ങൾ നല്ലോണം മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. ഓബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ നോക്കാം. നമ്മൾ പറഞ്ഞ നൗൺ രണ്ട് പൊസിഷനിലാണ് വരാവുന്നത്. ഒന്നീ സബ്ജക്റ്റായിട്ട് വരും, അല്ല ഒബ്ജക്റ്റായിട്ട് വരും. ഓബ്ജക്റ്റ് എന്ന് പറയാൻ നൗൺ ടേക്കിംഗ് ദി എഫക്റ്റ് ഓഫ് ദി വെർബ്. ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഓബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണോ അവിടെ നടക്കുന്ന ക്രിയ, അതിൻ്റെ എഫക്റ്റ് എങ്ങോട്ടെങ്കിലും പാസ് ചെയ്യും. എങ്ങോട്ടാണോ ആ എഫക്റ്റ് പാസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓബ്ജക്റ്റ് നമ്മൾ പറഞ്ഞത് ആദ്യമേ രണ്ട് തരത്തിലുണ്ട്.
ഓബ്ജക്റ്റ് ഓഫ് വെർബും ഉണ്ട്, ഓബ്ജക്റ്റ് ഓഫ് പ്രിപ്പോസിഷനും ഉണ്ട്. ഈ കോൺസെപ്റ്റ് വളരെ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. അതായത് 2 തരം ഓബ്ജക്റ്റുകളുണ്ട്. ഏതൊക്കെ ഓബ്ജക്റ്റ് ഓഫ് വെർബും ഉണ്ട്, ഓബ്ജക്റ്റ് ഓഫ് പ്രിപ്പോസിഷനും ഉണ്ട്. പലപ്പോഴും നമുക്ക് വരുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിനകത്തുള്ള ഓബ്ജക്റ്റ് ഏതാണ്, ശരിക്കുള്ള ഓബ്ജക്റ്റ് ഏതാണ്, വെർബിൻ്റെ ഓബ്ജക്റ്റ് ഏതാണ്, പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ അറിയാത്തതാണ് പലപ്പോഴും നമുക്ക് വരുന്ന മിസ്റ്റേക്ക്. അത് നമുക്കിന്ന് പഠിക്കണം. അപ്പോൾ നമുക്ക് ആലോചിക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞു ഓബ്ജക്റ്റ് ആർ ഓഫ് 2 types, ഓബ്ജക്റ്റ് ഓഫ് ദി വെർബ് ആൻഡ് ഓബ്ജക്റ്റ് ഓഫ് പ്രിപ്പോസിഷൻ. ഇനി ഓബ്ജക്റ്റ് ഓഫ് വെർബിനകത്ത് തന്നെ 2 തരമുണ്ട്. ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേംസുമായിട്ടൊന്ന് അടുത്ത് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയാം? നൗൺ എന്ന് പറയുന്നത് നെയിമാണ്. നൗൺ എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ടും ഓബ്ജക്റ്റായിട്ടും ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കും. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിയ ചെയ്യുന്നത് ആരാണോ അതായിരിക്കും സബ്ജക്റ്റ്. ക്രിയയുടെ ഫലം എതിലേക്കാണോ പോകുന്നത് ആ നാമങ്ങളെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓബ്ജക്റ്റ് 2 തരത്തിലാണുള്ളത്. വെർബിനെ ഒരു സെൻറ്റൻസിനകത്ത് ക്രിയയുടെ ഒബ്ജക്റ്റും ഉണ്ടാവും, പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റും ഉണ്ടാവും. ക്രിയയുടെ ഒബ്ജക്റ്റിന് 2 തരത്തിൽ പറയും, ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത രാത്രി പോകാം. ഇപ്പോൾ ഉദാഹരണം, റാം ഈസ് ടേക്കിംഗ് ദി ബുക്ക് ഫ്രം ദി ടേബിൾ. ഈ ഒരു സെൻറ്റൻസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, ഒരു പ്രയാസവും വരത്തില്ല. റാം ഈസ് ടേക്കിംഗ് ദി ബുക്ക് ഫ്രം ദി ടേബിൾ. ഇവിടെ വെർബ് ഏതാണെന്ന് നോക്കാം. വെർബ് ഏതാണ് എന്ന് നോക്കാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും സെൻറ്റൻസിനകത്ത് തന്നിരിക്കുന്ന വെർബിനെ അതേ രൂപത്തിലെടുക്കരുത്. അതിൽ നിന്ന് ക്രിയയുടെ 1ാമത്തെ രൂപം എടുക്കണം. ക്രിയയുടെ 1ാമത്തെ രൂപം എന്ന് പറയാൻ പ്രസൻറ്റ് ഫോം എന്ന് വെച്ചാൽ ഡസ് അല്ല ഡു ചേർന്ന ഫോം. അതിന് മുമ്പോട്ട് വരുന്നുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡു വരുന്ന ഫോം എന്നാണ്. അതായത് യാതൊരു മാറ്റമില്ല. ക്രിയ എന്ന് പറയുന്നത് സിറ്റ് എന്നാണ് സിറ്റ്, റൈറ്റ് എന്നാണ് റൈറ്റ്, തിങ്ക് എന്നാണ് തിങ്ക്, തിങ്സ് എന്നല്ല, തോട്ട് എന്നല്ല, റൈറ്റ് എന്നല്ല, റോട്ട് എന്നല്ല, റിട്ടൺ എന്നല്ല, റൈറ്റ്. അപ്പോൾ യഥാർത്ഥ വെർബിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. റാം ഈസ് ടേക്കിംഗ് ദി ബുക്ക് ഫ്രം ദി ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യഥാർത്ഥ വെർബ് എന്ന് പറയാൻ ടേക്കാണ്. കണ്ടോ, ഹിയർ ടേക്ക് ഈസ് ദി വെർബ്. ഞാനിത് എഴുതിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദി ആക്ഷൻ ഈസ് ഡൺ ബൈ. ഇവിടെ നോക്കാം, ഈ ടേക്ക് എന്ന് പറയുന്ന ആക്ഷൻ ആരാണ് ചെയ്തത്? റാമാണ് ചെയ്തത്. അതുകൊണ്ട് റാമാണ് സബ്ജക്റ്റ്. സോ റാം ഈസ് ദി സബ്ജക്റ്റ്. ദി എഫക്റ്റ് ഓഫ് ദി ആക്ഷൻ ഈസ് ബീങ് പാസ്ഡ് ടു അനദർ നൗൺ. ഇനി ഒന്ന് ആലോചിക്കുക, ഈ ആക്ഷൻ്റെ എഫക്റ്റ് എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്? ബുക്കിലേക്കാണ്. എന്താണ് എടുത്തത്? ബുക്കാണ് എടുത്തത്. ബുക്കിനെ നമ്മൾ വിളിക്കുന്ന ഓബ്ജക്റ്റ് ഓഫ് വെർബ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ടേക്ക് എന്ന് പറയുന്ന ക്രിയയുടെ എഫക്റ്റ് പാസ് ചെയ്യുന്നത് ബുക്കിലേക്കാണ്. അതുകൊണ്ട് ബുക്ക് എന്ന് പറയുന്നത് വെർബിൻ്റെ ഓബ്ജക്റ്റാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ വളരെ ക്ലിയർ ആക്കണം. ഇവിടെ നമ്മൾ റാം ഈസ് ടേക്കിംഗ് ദി ബുക്ക് എന്ന് പറഞ്ഞാൽ ടേക്ക് ചെയ്യുന്ന എന്തിനെയാണ് ടേക്ക് ചെയ്യുന്നത്? ബുക്ക്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഇതേ സെൻറ്റൻസിൽ തന്നെ വേറെ ഒരു നൗണുണ്ട്, ടേബിൾ. കണ്ടോ, ടേബിളിനെ നമ്മൾ റാം എടുക്കുന്നുണ്ടോ? ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. എടുക്കുക എന്ന് പറയുന്ന ക്രിയയുമായി ടേബിളിന് ഒരു ബന്ധവുമില്ല. ശരിയല്ലേ? ഇനി നമ്മൾ വേറെ കാര്യത്തോട് ആലോചിക്കാം. ഈ ടേബിൾ എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കിയാൽ ഫ്രം എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനാണ്. എന്താണ് പ്രിപ്പോസിഷൻ? നമ്മളിനി മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറയാം. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു വേർഡാണ്. ആ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നാമത്തിൻ്റെ മുമ്പിലായതുകൊണ്ടാണ് നമ്മൾ പ്രീ എന്ന് പറയുന്നത്, പ്രിപ്പോസിഷൻ. അപ്പം നമ്മൾ ഇത്രയും മാത്രം ഓർത്താൽ, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ അർത്ഥം ഇറ്റ് വിൽ ഷോ ദി പൊസിഷൻ ഓഫ് എ നൗൺ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ. നൗണിന് മുമ്പ് ഉപയോഗിക്കും, നൗണിൻ്റെ പൊസിഷനെ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നൗൺ എവിടെ ഇരിക്കുന്നത്, മേലിലാണോ താഴെയാണോ സൈഡിലാണോ, ഇതൊക്കെ കാണിക്കുക. ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും നൗൺ ഇരിക്കുന്നത്. ആ ഒരു പൊസിഷനെ കാണിക്കുക. അവിടെ നിന്നാണോ, എവിടുന്നാണോ, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ അല്ലയോ, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്, പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, പ്രിപ്പോസിഷൻ കഴിഞ്ഞാണ് നാമം വന്നിരിക്കുന്നത്. പ്രിപ്പോസിഷൻ കഴിഞ്ഞാണ് നാമം വരുന്നതെങ്കിൽ നാമം ആരുടെ വകയല്ല? വെർബിൻ്റെ വകയല്ല. അത് ഏതിൻ്റെ വകയാണ്? പ്രിപ്പോസിഷൻ്റെ വക. അങ്ങനെയുള്ള നാമത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓബ്ജക്റ്റ് ഓഫ് ദി പ്രിപ്പോസിഷൻ എന്നാണ് വിളിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഓബ്ജക്റ്റ് 2 തരത്തിലുണ്ട്. വെർബിൻ്റെ ഓബ്ജക്റ്റും ഉണ്ട്, പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ടേക്ക് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ബുക്ക്. അതുകൊണ്ട് ബുക്ക് എന്ന് പറയുന്നത് ടേക്ക് എന്ന് പറയുന്ന ക്രിയ, അതായത് വെർബിൻ്റെ ഓബ്ജക്റ്റാണ്. പക്ഷേ ടേബിൾ എന്ന് പറയുന്നത് ഫ്രം എന്ന് പറയുന്നത് പ്രിപ്പോസിഷന് ശേഷം വരുന്നതാണ്. അതുകൊണ്ട് ഇത് ഈ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റാണ്.
ഇത്രയും കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കൂടുതൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. റാം ഈസ് ടേക്കിംഗ് ദി ബുക്ക് ഫ്രം ദി ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റാം ഇവിടുത്തെ പ്രധാന വർബ് എന്ന് പറയുന്നത് ടേക്കാണ്. ടേക്ക് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നത് റാമാണ്. അതുകൊണ്ട് റാം എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ശരി. ഇനി നമ്മൾ പറഞ്ഞ ബുക്ക് എന്ന് പറയുന്നതാണ് ടേക്കിനോട് ചേർന്നിട്ട് എടുക്കുന്ന എന്താണ് ഇതിൻ്റെ ടേക്ക് എന്ന് പറയുന്ന ക്രിയയുടെ എഫക്റ്റ് പാസ് ചെയ്യുന്ന ബുക്കിലേക്കാണ്. അതുകൊണ്ട് ബുക്ക് എന്ന് പറയുന്നത് ടേക്കിൻ്റെ ഓബ്ജക്റ്റാണ്. ടേബിൾ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടേബിൾ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ കഴിഞ്ഞു വരുന്ന നൗൺ ആയതുകൊണ്ട് ആ നൗണ് പ്രിപ്പോസിഷൻ്റെ നൗൺ. ഓക്കെ, ശരി. അടുത്ത് നോക്കാം. റാണി ബൈസ് ഷീല എ ബുക്ക് ഫ്രം ദി ഷോപ്പ്. ഈ എക്സാമ്പിൾ നോക്കാം. റാണി ബൈസ് ഷീല എ ബുക്ക് ഫ്രം ദി ഷോപ്പ്. ഇവിടുത്തെ ക്രിയ നമുക്കറിയാം, ബൈ ആണ് ക്രിയ. ബൈ ചെയ്യുന്ന റാണിയാണ്, അതുകൊണ്ട് റാണി സബ്ജക്റ്റാണ്. ഇത്രയും മനസ്സിലായി കാണും. വളരെ ഈസിയാണ്, ഒരു പ്രശ്നമില്ല. ഇനി ബൈ കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഷീല എന്നുണ്ട് ബുക്ക് എന്നുണ്ട്, രണ്ട് നൗൺ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രിപ്പോസിഷൻ വരുന്നത്. പ്രിപ്പോസിഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു നൗണുണ്ട്, ഷോപ്പ് എന്ന് പറയുന്ന ഒരു നൗണുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്രിയയ്ക്ക് ശേഷം 3 നാമങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഷീല ഉണ്ട്, ബുക്കുണ്ട്, ഷോപ്പുണ്ട്. അതിൽ നിന്ന് ഷോപ്പ് എന്നുള്ളതിനെ ആദ്യമേ തന്നെ മാറ്റാം. എന്താണെന്ന് വെച്ചാൽ ഫ്രം കഴിഞ്ഞിട്ടാണ് വന്നത്. ഫ്രം എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷൻ കഴിഞ്ഞാണ് ഷോപ്പ് എന്ന് പറയുന്ന നാമം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഷോപ്പ് എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റാണ്. പക്ഷേ അത് വെർബിൻ്റെ ഓബ്ജക്റ്റ് അല്ല, പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റാണ്. ഇനി നമുക്ക് നോക്കാം, ഷീലയുണ്ട്, ബുക്കുണ്ട്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കാം, ബൈ ചെയ്യുന്നത് ഷീലയാണോ ബുക്കാണോ? അപ്പോൾ നമുക്കറിയാം ബുക്കാണ് മേടിക്കുന്നത്, ഷീലയല്ല മേടിക്കുന്നത്, ബുക്കിനെയാണ് മേടിക്കുന്നത്. അപ്പോൾ ബൈ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള ആക്ഷൻ പാസ് ചെയ്യുന്ന ബുക്കിലേക്കാണ്. അതുകൊണ്ട് ബുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ബുക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓബ്ജക്റ്റും പിന്നെന്താ പറയുക, ഷീല എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റുമാണ്. ഇത് രണ്ടും വെർബിൻ്റെ ഓബ്ജക്റ്റാണ്. വെർബിൻ്റെ ഓബ്ജക്റ്റിന് മാത്രമേ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഡയറക്റ്റ് ഓബ്ജക്റ്റും ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഷീല എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് 2 വെർബ് കഴിഞ്ഞ് 2 ഓബ്ജക്റ്റ് വരികയാണെങ്കിൽ ഒരെണ്ണം മാത്രമേ എന്താവുള്ളൂ. 2-ലധികം വന്നാലും ഒരെണ്ണം മാത്രമേ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിരിക്കും. ഈ സെൻറ്റൻസിൽ അത് ബുക്ക് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഷീല എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. മനസ്സിലായല്ലോ? ദി ആക്ഷൻ ഈസ് ഡൺ ബൈ റാണി, സോ റാണി ഈസ് ദി സബ്ജക്റ്റ്. നൗ ബൈ ഹാസ് 2 nouns after it, ഷീല ആൻഡ് ബുക്ക്, of which ഷീല is the indirect object and book is the direct object. There is one more noun in the sentence, that is the shop. Since it comes after a preposition, it is the object of the preposition. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ജസ്റ്റ് എപ്പോഴെങ്കിലും റെഫറൻസിന് വേണ്ടി നോട്ട്സ് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, വാട്ട് ഈസ് എ പ്രിപ്പോസിഷൻ. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിച്ചു വരാണ്. ആദ്യമേ നമ്മൾ സെൻറ്റൻസ് എന്താണെന്ന് പറഞ്ഞു. സെൻറ്റൻസിൻ്റെ 3 പിരിവ് പറഞ്ഞു. സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്. നമ്മളിന്ന് പഠിക്കുന്ന സിമ്പിൾ സെൻറ്റൻസ് മാത്രമാണെന്ന് പറഞ്ഞു. സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? അസർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പറേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. നമ്മൾ ഈ ആക്റ്റീവ് പാസീവ് പഠിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് അസർട്ടീവ് സെൻറ്റൻസ് വെച്ച് മാത്രമാണെന്ന് പറഞ്ഞു. അസർട്ടീവ് സെൻറ്റൻസിനകത്ത് നിന്ന് നമ്മൾ നൗൺ എന്താണെന്ന് പറഞ്ഞു. നൗണിനകത്ത് നിന്ന് തന്നെ നൗൺ സബ്ജക്റ്റായിട്ട് ഒബ്ജക്റ്റായിട്ട് വരുമെന്ന് പറഞ്ഞു. ആ സബ്ജക്റ്റ് എന്ന് പറയുന്ന ആക്ഷൻ ചെയ്യുന്ന നൗൺ ആണെന്ന് പറഞ്ഞു. ഓബ്ജക്റ്റിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. വെർബിൻ്റെ ഓബ്ജക്റ്റ്, പ്രിപ്പോസിഷൻ ഓബ്ജക്റ്റ്. വെർബിൻ്റെ ഓബ്ജക്റ്റ് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു, ഡയറക്റ്റ് ഓബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പം നമ്മളിനി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിപ്പോസിഷൻ്റെ കഥ പറഞ്ഞു. അപ്പം പ്രിപ്പോസിഷൻ എന്താണെന്ന് പരിചയപ്പെടുത്താനാണ് ഞാനിത് ഈ ഒരു സ്ലൈഡ് ഉപയോഗിക്കുന്നത്. പ്രിപ്പോസിഷൻ എന്ന് പറയാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു, എ വേർഡ് യൂസ്ഡ് ബിഫോർ എ നൗൺ. ബിഫോർ എ നൗൺ, ഓക്കെ. ബിഫോർ ആയതുകൊണ്ടാണ് നമ്മളതിനെ പ്രീ എന്ന് വിളിക്കുന്നത്. പ്രീ എന്ന് വെച്ചാൽ ബിഫോർ എന്നാണ് അർത്ഥം. ടു ഷോ ഇറ്റ്സ് പൊസിഷൻ, എന്തിനെ കാണിക്കുന്നതാണ്? പൊസിഷനെ കാണിക്കുന്നതാണ്. നൗൺ എങ്ങനെയാണ് ഇരിക്കുന്നത്? അകത്താണോ, പുറത്താണോ, മേളിലാണോ, താഴെയാണോ, സൈഡിലാണോ, കൂടെയാണോ, ഏതായാലും പൊസിഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വിളിക്കുന്നത് പ്രിപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഞാനൊരു 10-26 എണ്ണത്തിൻ്റെ പേര് ഞാനിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് ഉപയോഗിക്കുക. ഇതിനകത്ത് ഓവർ എന്നുള്ള എൻ്റെ ക്യാപിറ്റൽ എഴുതിപ്പോയി, നിങ്ങൾ തിരുത്തിക്കൊള്ളുക. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുക ഇൻ, ഓൺ, ടു, ഫോർ, ഫ്രം, വിത്ത്, വിത്തിൻ, വിത്തൗട്ട്, ബിസൈഡ്, ബിസൈഡ്സ്, അസൈഡ്, ഓവർ, എബവ്, ഇങ്ങനെ വരുന്ന ഒരു 10-26 എണ്ണം ഉണ്ട്. നിങ്ങൾ നോക്കാവുന്ന സ്ലൈഡ് പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇത് മാത്രമല്ല, ഒരു 10-200ഓളം പ്രിപ്പോസിഷൻസ് ഉണ്ട്. നമുക്ക് പ്രിപ്പോസിഷൻസ് വരുന്ന ക്ലാസ്സുകളിൽ കുറേശ്ശെല്ലാം പഠിക്കുക. എല്ലാം ഒറ്റയടിക്ക് തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിപ്പോസിഷൻസ് ഇതാണ്. അപ്പോൾ വാട്ട്സ് എ പ്രിപ്പോസിഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ പ്രിപ്പോസിഷൻ എന്തിനാണ് തന്നതെന്ന് ചോദിച്ചാൽ, ഈ വേർഡ്സിന് ശേഷം വരുന്നൊരു നാമം ഉണ്ടെങ്കിൽ ആ നാമം എന്തിൻ്റെ ആയിരിക്കും? പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രിപ്പോസിഷൻസ് തന്നത്.
പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ് എന്ന് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിപ്പോസിഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് വെർബ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ വെർബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ഒരു പ്രവൃത്തിയാണ്, ഒരു ആക്ഷനാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നില്ല. വെർബിനകത്ത് തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, വെർബ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു സെൻറ്റൻസിനകത്ത് വെർബ് കൺസിസ്റ്റ് ചെയ്യുന്ന എപ്പോഴും മെയിൻ വെർബ് ഉണ്ടായിരിക്കും, ഓക്സിലറി ഉണ്ടായിരിക്കും. വെർബിൻ്റെ പാർട്ട്, വെർബ് എന്ന് പറയുന്ന പാർട്ട് എന്ന് പറയാൻ വെർബ് മാത്രമല്ല ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ. വെർബ് എന്ന് പറയാൻ ശരിക്കും ഒരു വെർബ് ഒറ്റ വേർഡേ ഉള്ളൂ, ഒരു കാര്യമുള്ളൂ, ഒരു ആക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആ വെർബ് എന്ന് പറയുന്നത് ടൈമിനെയും കൂടെ കാണിക്കും. ഒരു ആക്ഷൻ എപ്പോഴാണ് നടന്നത് എന്ന് കൂടി കാണിക്കും. അത് കാണിക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൂടെ വേണം. വെർബ് മാത്രം പോരാ. ഏതൊരു ക്രിയ നടന്നാൽ, ഏതൊരു പ്രവൃത്തിയാണെന്ന് ആ ഒരു പ്രത്യേക കാലത്തിലായിരിക്കും നടക്കുക. ഒന്നുകിൽ അത് പ്രസൻറ്റ് ടെൻസിലായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലായിരിക്കും, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ ടെൻസിൽ നടക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് പറയണമെങ്കിൽ നമുക്ക് വെർബ് മാത്രം പോരാ, ടൈമോട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ഷൻ എപ്പോഴും ഒരു ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ വേണം. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് നമുക്ക് വെർബ് എന്ന് പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുക, മെയിൻ വെർബ് ആൻഡ് ഓക്സിലറി. ശരിക്കും വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വെർബ് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഒരു സെൻറ്റൻസിനകത്ത് വെർബ് നിങ്ങൾ വെർബ് പാർട്ട്, ആ വെർബ് എന്ന് പറയുന്ന പാർട്ട് നോക്കുമ്പോൾ അവിടുത്തെ ഓക്സിലറിയെ കൂടെ ചേർത്ത് പഠിക്കാൻ ശ്രമിച്ചാൽ സെൻറ്റൻസ് അനാലിസിസ് ഭയങ്കര എളുപ്പവും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയുന്നുണ്ട്, വെർബ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, മെയിൻ വെർബും ഉണ്ട്, ഓക്സിലറി ഉണ്ട്. എന്താണ് മെയിൻ വെർബ് എന്ന് നോക്കാം. മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ, മെയിൻ വെർബ് എന്ന് പറയുന്ന സാധനത്തിന് 3 പാർട്ടുണ്ട്, V1, V2 ആൻഡ് V3. ഈ V1, V2, V3 എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമിനെ V1 എന്ന് വിളിക്കും, പാസ്റ്റ് ഫോമിനെ V2 എന്ന് വിളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടിസിപ്പിൾസിനകത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെയാണ് നമ്മൾ V3 എന്ന് വിളിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പാർട്ടിസിപ്പിൾസിനെ വേറെ ക്ലാസിഫൈ ചെയ്തിട്ട് V3 എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിളായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിസിപ്പിൾസ് 2 തരത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് ടെൻസ് പഠിക്കുമ്പോൾ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ബേസ് ഇട്ട് തന്നെ പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മെയിൻ വെർബിന് നമുക്ക് 3 പാർട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? പ്രസൻ്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, പാർട്ടിസിപ്പിൾസ് ഉണ്ട്. പാർട്ടിസിപ്പിൾസിനകത്ത് തന്നെ 2 എണ്ണമുണ്ട്. പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്, പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. അപ്പോൾ ഒരു വെർബിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇത് 3ആണ്. ഇനി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ്. വെർബിൻ്റെ കൂടെ ING ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടുന്നത് അങ്ങനെ തന്നെ, വെർബിൻ്റെ കൂടെ ബീൻ എന്ന് പറയുന്ന വേർഡ് ചേരുമ്പോഴാണ് നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടുന്നത്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല, നമ്മൾ അല്ലാതെയാണ് പഠിക്കുന്നത്, V1, V2, V3 എന്ന് പറയുന്നത്. പക്ഷേ മനസ്സിൽ ഓർത്തിരിക്കുക, എപ്പോഴെങ്കിലും ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവിടെ വെർബ് പ്ലസ് ബീനാണ് അത് വരുന്നത്. വെർബ് പ്ലസ് ബീൻ, BEEN, വെർബ് പ്ലസ് ബീനാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഞാനിവിടെ മെൻഷൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പഠിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഇംഗ്ലീഷ് സ്ട്രക്ചറിൽ വരുന്നില്ല, അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ് പ്ലസ് ING ആണ്. അപ്പോൾ ഇങ്ങനെ 3ആയിട്ട് നമ്മൾ തിരിക്കുക. പ്രസൻറ്റ് ഫോം ഉണ്ട്, പാസ്റ്റ് ഫോം ഉണ്ട്, പാർട്ടിസിപ്പിൾസ് ഉണ്ട്. പാർട്ടിസിപ്പിൾസിനകത്ത് 2 തരമുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്, പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. ഇതുകൂടാതെ ഓക്സിലറി. ഓക്സിലറി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടെൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഓക്സിലറീസ്. അതാണ് ഒരു സെൻറ്റൻസിൻ്റെ ടെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെർബ് എന്ന് പറയുന്ന ഒരു പാർട്ട്, ഒരു സെൻറ്റൻസിനകത്ത് വരുമ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായ. വെർബ് എന്ന് പറഞ്ഞ ഒരു ആക്ഷനാണ്. മെയിൻ വെർബ് എന്ന് ഓക്സിലറി എന്ന് പറഞ്ഞാൽ 2ആയിട്ട് തിരിക്കാം. മെയിൻ വെർബ് എന്ന് പറയുന്നതിന് 3 പാർട്ടുണ്ട്, പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾസ്. പാർട്ടിസിപ്പിൾസ് തന്നെ 2 തരത്തിലുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഓക്സിലറി എന്ന് പറയുന്നതിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ സെൻറ്റൻസിനകത്തുനിന്ന് എന്ത് ചെയ്യുന്നത്? ടെൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സാധനം നോക്കാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഞാൻ പറഞ്ഞു 3ാമത്തെ രൂപമാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ ഉദാഹരണം റൈറ്റ്, റോട്ട്, റിട്ടേൺ എന്ന് പറയുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ക്രിയയുടെ കൂടെ ബീൻ എന്ന് പറയുന്നതോട് ചേർക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ ഓക്സിലറിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി തരാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തിനു ഉപയോഗിക്കുന്നത് നോക്കാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ നമുക്ക് പെർഫെക്റ്റ് ടെൻസിനെ ഉണ്ടാക്കുന്ന സമയത്ത്, പെർഫെക്റ്റ് ടെൻസ് എഴുതുന്ന സമയത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിളിന് വേണം. പിന്നെ പാസീവ് വോയിസ് എഴുതുന്ന സമയത്ത് നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. ഇപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പഠിക്കുന്നതിനോടൊപ്പം V3 എന്ന് പറയുന്ന ഫോം പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കും, പിന്നെ അത് ഉപയോഗിക്കുന്നത് പാസീവ് വോയിസിൽ ഉപയോഗിക്കും. ഈ 2 സ്ഥലത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത് അറിയാം.
ആദ്യമേ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. കണ്ടിന്യൂസ്. ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഗോയിങ് കണ്ടോ, ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഗോയിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ING വരാം, കണ്ടിന്യൂസ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. പിന്നെ ചില സെൻറ്റൻസിൽ നാമത്തിൻ്റെ സ്ഥലത്ത് നമ്മൾ വെർബ് പ്ലസ് ING ഉപയോഗിക്കും. അങ്ങനെ വെർബ് പ്ലസ് INGയെ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ്. സ്മോക്ക് എന്ന് പറയുന്നൊരു വെർബാണ്, അതിൻ്റെ കൂടെ ING ചേർക്കുമ്പോഴാണ് സ്മോക്കിംഗ് എന്ന് കിട്ടുന്നത്. സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത് നൗണിൻ്റെ സ്ഥലത്താണ്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് നൗണിൻ്റെ ഭാഗത്താണ്. പക്ഷേ അത് വെർബ് പ്ലസ് ING ചേർത്തുണ്ടാക്കിയാണ്. വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്ലേസ് ഓഫ് എ നൗൺ ഇറ്റ് ഈസ് നോൺ ആസ് ജെറണ്ട്. കൂടുതൽ നമുക്ക് അങ്ങോട്ട് പഠിക്കാറുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. ഇനി നമുക്ക് പ്രസൻറ്റ് പാസ്റ്റ് V1 V2 V3 പിന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് 1 2 3 എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. സോറി, സി എന്നുള്ളതിൻ്റെ പാസ്റ്റ് 3 രൂപങ്ങൾ നോക്കാം. V1 എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് സി ആണ്. പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് സോ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് സീനാണ്. അടുത്തത് അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെ വരും നോക്കിയേ. വെർബിൻ്റെ ഒറിജിനൽ ഫോം സി, ഇതിൻ്റെ കൂടെ എന്ത് ചേർത്തിട്ടുണ്ട്, ING ചേർന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സി ഇങ്ങനെ കിട്ടിയല്ലേ. അടുത്ത നോക്കിയ റൈറ്റ്, റോട്ട്, റിട്ടേൺ, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ റൈറ്റിംഗ്. കണ്ട, വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്, വർക്കിംഗ്. എപ്പോഴും ആലോചിക്കുക, EDയിലാണ് പാസ്റ്റ് ടെൻസ് വരുന്നത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ED തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങളിങ്ങനെ അല്ല പഠിക്കേണ്ട, കഴിയുന്നത്ര വാക്കുകളുടെ എല്ലാ ഫോംസും നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് പഠിപ്പിക്കാത്തത്? അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ ഒറിജിനൽ ഫോമിൻ്റെ കൂടെ ING ചേർത്താൽ മതി. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനെ നമ്മൾ വളരെ കാര്യമായിട്ട് പഠിക്കാറില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോക്കാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോക്കാം. ആദ്യമേ അതിന് ഉപയോഗം നോക്കാം. ദി ലെറ്റർ ഈസ് റിട്ടൺ ബൈ സുനിൽ. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കാം. ഈ സെൻറ്റൻസ് നമ്മൾ നോക്കിയേ. ദി ലെറ്റർ ഈസ് റിട്ടൺ. റിട്ടൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, റിട്ടൺ എന്ന് പറയുന്നത് V3 ആണ്. V3 ഉപയോഗിച്ചിരിക്കുന്നത് എവിടെ? പാസീവ് വോയിസ് ആണ്. ഇത് എന്തുകൊണ്ടാണ് പാസീവ് വോയിസ് ആയത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ഗ്ലിംസ് ചെയ്യാൻ തരാം. ഞാനിപ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, എപ്പോഴെങ്കിലും ഒരു സെൻറ്റൻസിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വെർബിനെ ആദ്യമേ ഇങ്ങനെ എടുക്കുക. വെർബ് ഏതാണ്? റൈറ്റ്. റൈറ്റ് എന്ന് പറയുന്ന ക്രിയ ചെയ്യുന്ന ആരാണ്? സുനിലാണ്. ശരിയല്ലേ? ലെറ്റർ ഈസ് റിട്ടൺ ബൈ സുനിൽ എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യുന്ന ആൾ സുനിലാണ്. സുനിലിനെ നമ്മൾ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? സെൻറ്റൻസിൻ്റെ അവസാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്നതിനെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലല്ല എഴുതിയിരിക്കുന്നതെങ്കിൽ അത് പാസീവ് വോയിസ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഷോർട്ട് കട്ടാണ്, വളരെ ഈസിയാണ്. ഒരു സെൻറ്റൻസിനെ ഐഡൻറ്റിഫൈ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പാടുമില്ല. നേരെ വെർബ് എടുക്കുക, വെർബ് ചെയ്യുന്ന ആരാണെന്ന് നോക്കുക. വെർബ് ചെയ്യുന്ന ആളിൻ്റെ പേര് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് വോയിസ്, എഴുതിയിട്ടില്ല എങ്കിൽ പാസീവ് വോയിസ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ സുനിൽ എന്ന് പറയുന്ന ആളിനെ തുടക്കത്തിലല്ല എഴുതിയിരിക്കുന്നത്. സുനിൽ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് തുടക്കത്തിലല്ല എഴുതിയിരിക്കുന്നത്, അവസാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പാസീവ് വോയിസാണ്. പാസീവ് വോയിസിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചു? പാസ്റ്റ് പാർട്ടിസിപ്പിളിനെയാണ് ഉപയോഗിച്ചത്, വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അടുത്ത് നോക്കിയാൽ റാണി ഹാസ് ടേക്കൺ ഹർ ബുക്ക്. പെർഫെക്റ്റ് ടെൻസാണ്. എങ്ങനെയാണ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? പെർഫെക്റ്റ് ടെൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പെർഫെക്റ്റ് ടെൻസിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ഓരോരോ ടെൻസ് വെച്ച് പഠിക്കുന്നുണ്ട്. അടുത്ത 12 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 10-12 വീഡിയോസ് ഉണ്ടാകും. ഓരോ വീഡിയോസിൽ ഓരോ ടെൻസ് മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്കിലും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോകും. അത് നമുക്ക് പിന്നെ നോക്കാം. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നോക്കുക. രാജു ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് എ ലെറ്റർ കണ്ടിന്യൂസ് ആണ്. കണ്ടോ, ING വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആവും. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസിനകത്ത് നമ്മൾ ഉപയോഗിക്കും. കണ്ടോ, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതേപോലെ റൈറ്റിംഗ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഇവിടെ കണ്ടോ, റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത് നൗണിൻ്റെ ഭാഗത്താണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ തുടങ്ങുന്ന എപ്പോഴും നൗണിലായിരിക്കും എന്ന് നമ്മൾ മുമ്പേ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ നൗണിൻ്റെ ഭാഗത്താണ് റൈറ്റിംഗ് എന്നുള്ളത് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു വെർബിൻ്റെ ING ഫോമിനെ നൗണിൻ്റെ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട്. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കാം. അടുത്ത സ്ലൈഡിൽ നമ്മൾ ടെൻസിലേക്ക് പോകാൻ പോകാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വെർബ് എന്ന് പറയുന്നത് നൗൺ എന്താണെന്ന് മനസ്സിലായി. നൗണ് ആ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് മനസ്സിലായി. വെർബിനകത്തുനിന്ന് നെയിം വെർബും ഓക്സിലറി നമ്മൾ പറഞ്ഞില്ല. ഓക്സിലറി നമുക്ക് പറയാം. ടെൻസിൻ്റെ കൂടെ തന്നെ ഓക്സിലറി വേണം. ഓക്സിലറി നമുക്ക് പറയാം. ടെൻസ് പറഞ്ഞതിന് ശേഷം ടെൻസിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ് ഓക്സിലറി നമുക്ക് കൂടുതൽ കാര്യമായിട്ട് പഠിക്കാം.
അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇനി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് പാർട്ടിസിപ്പിളിനെ പറ്റി പറയാം. പാർട്ടിസിപ്പിൾ രണ്ട് തരത്തിലുണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിളുണ്ട്, പ്രസൻറ്റ് പാർട്ടിസിപ്പിളുണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് V3. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്ന പാസീവ് വോയിസിൽ അല്ലെങ്കിൽ പാസീവ് വോയിസിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനെ നമ്മൾ പറഞ്ഞ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ജറണ്ടായിട്ട് ഉപയോഗിക്കും. വേറെയൊക്കെ ഉപയോഗങ്ങളുണ്ട്, അത് നമ്മൾ വരുന്ന വഴിക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ടെൻസസിനെ പറ്റിയാണ്. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞാണ്. ടെൻസ് എന്ന് പറയുന്നത് ടൈം. ടെൻസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ വെറുതെ ടൈം കളയുന്നില്ല, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഓരോ തരത്തിലോട്ട് ടെൻസിനെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? പ്രസൻറ്റ്, ഏത് ടെൻസ് ആയാലും നമുക്ക് പ്രസൻറ്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും നാലായിട്ട് ഇരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ശരിയല്ലേ? അപ്പോൾ ഇനി ഓരോന്നിനെയും നമുക്ക് എന്തെടുക്കാം? ഓരോ സിമ്പിൾ പ്രസൻറ്റിനെ നമുക്ക് രണ്ടായിട്ട് ഇരിക്കാം: ആക്റ്റീവ് പാസീവ്. കണ്ടിന്യൂസിനെ ആക്റ്റീവ് പാസീവ് എന്ന് വിളിക്കാം, പെർഫെക്റ്റിനും ആക്റ്റീവ് പാസീവ് എന്ന് വിളിക്കാം. പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ആക്റ്റീവ് വോയിസ് ഉണ്ട്, പക്ഷേ പാസീവ് വോയിസ് ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗത്തില്ല. അതുകൊണ്ട് ഞാൻ അതിന് നോട്ട് ഇൻ യൂസ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം ഇല്ല എന്നല്ല, ഉണ്ടായിരുന്നു, പക്ഷേ വി ആർ നോട്ട് യൂസിങ് ഇറ്റ് നൗ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറയാം ഇത്രയാണ്. പ്രസൻറ്റ് ടെൻസിനകത്ത് ഏത് ടെൻസിനകത്ത് നമ്മൾ 4 പിരിവുണ്ട്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓരോന്നിനകത്തും നമുക്ക് ആക്റ്റീവ് വോയിസും ഉണ്ട്, പാസീവ് വോയിസും ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ടെൻസിനെയും പഠിക്കും. ആ ടെൻസിൻ്റെ വെച്ചിട്ട് ഓരോന്നിനകത്തുള്ള ആക്റ്റീവ് പാസീവിനും പഠിക്കും. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്കുള്ള കൺവേർഷനും പഠിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഓരോ ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സന്ദർഭത്തിലാണ് ടെൻസുകൾ ഉപയോഗിക്കേണ്ടതെന്നും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തരുന്നുണ്ടേ ഏതെങ്കിലും ഒരു പ്രത്യേക വാക്ക് നോക്കി അവിടുത്തെ ടെൻസിനെ നിർണ്ണയിക്കാൻ പറ്റുമോ എന്നും നിങ്ങളെ പഠിപ്പിക്കും. അത്രയും കാര്യങ്ങളായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പെർഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ടെൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ഡൗട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രസൻറ്റ് ടെൻസ് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പാസ്റ്റ് ടെൻസ് എടുത്താലും അങ്ങനെ തന്നെ. സിമ്പിൾ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഓരോന്നിനും ആക്റ്റീവ് പാസീവ് ഉണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പെർഫെക്റ്റ് കണ്ടിന്യൂസിന് എന്തില്ല, പാസീവ് വോയിസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഓടിച്ചു പോകുന്നത്. സമയം നമ്മൾ ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത് ഈ വീഡിയോ ഇച്ചിരി നീളം കൂടിയതായിരിക്കും, എന്നാൽ ഇതിന് ശേഷം വരുന്ന വീഡിയോസ് നീളം കുറഞ്ഞതായിരിക്കും. പക്ഷേ ഇത് കംപ്ലീറ്റ് ബേസ് നിങ്ങൾക്ക് തന്നാലേ ആക്റ്റീവ് പാസീവ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടെൻസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഫർദർ ഇൻ ടു സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ആൻഡ് ഈച്ച് ഓഫ് ദം ഈസ് ഹാവിംഗ് ദി ആക്റ്റീവ് വോയിസ് ആൻഡ് ദി പാസീവ് വോയിസ് എക്സെപ്റ്റ് ഫോർ ദി പെർഫെക്റ്റ് കണ്ടിന്യൂസ് വിച്ച് ഈസ് നോട്ട് ഇൻ യൂസ് നൗ. ഓക്കെ, ഇത്രയും കാര്യമാണ് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞത്. ഇനി നമുക്ക് മുമ്പോട്ട് നോക്കാം. വീണ്ടും അടുത്തത് നമ്മൾ ഫ്യൂച്ചർ ടെൻസിനകത്ത് കണ്ടീഷൻ ചെയ്ത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസും ഇപ്പം യൂസിലില്ല. ബാക്കിയുള്ളതിൻ്റെ എല്ലാം പ്രസൻറ്റിൻ്റെയും പാസ്റ്റിൻ്റെയും പറയുകയാണെങ്കിൽ കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചർ ടെൻസിൻ്റെ കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസും പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസ് രണ്ടും ഉപയോഗത്തിലില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ 4 പാസീവ് വോയിസുകൾ ഇപ്പോൾ ഉപയോഗത്തില്ല. ഏതൊക്കെയാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസ്, 4 ഇപ്പോൾ ഉപയോഗത്തിലില്ല. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിലിട്ടിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ വെറുതെ സമയം കളയുന്നില്ല. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഓക്സിലറീസ് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഓക്സിലറീസിനെ നമുക്ക് ചോദ്യം പഠിച്ചിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓക്സിലറി നിങ്ങൾ നല്ലപോലെ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ടെൻസ് പഠിക്കാൻ ഈസി ആവുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നമുക്ക് ആദ്യമായിട്ട് ഓക്സിലറീസ് എന്ന് പറയുന്നത് 24 എണ്ണമാണുള്ളത്. 24 ഓക്സിലറി. ഇതിൽ കൂടുതൽ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തോളുക. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ 24 എണ്ണത്തിൻ്റെ കഥയെ പറയാറുള്ളൂ. അപ്പോൾ 24 വെച്ച് പഠിക്കാൻ നമുക്ക് ആവശ്യത്തിന് ഇത്രയും മതി. ഇനി ഏതെങ്കിലും കൂടെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും റെഫറൻസ് കിട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ അത് ശരി തന്നെയാണ്, തെറ്റൊന്നുമല്ല. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇത്രയേ പഠിപ്പിക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് 24 എന്ന് പറഞ്ഞേ ഉള്ളൂ. അത് കുറവാണ് ആരെങ്കിലും പഠിപ്പിക്കുന്നതെങ്കിലും കൂടുതലാണ് പഠിപ്പിക്കുന്നതെങ്കിലും അതും ശരി തന്നെയാണ്. ഓരോരുത്തർക്കും അതിന് പഠിപ്പിക്കുന്നതിൻ്റെ രീതിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 24 വെച്ച് പഠിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓക്സിലറീസ് 24 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ വളരെ ശ്രദ്ധിച്ച് നോക്കണം. 4ആയിട്ട് ക്ലാസിഫൈ ഉണ്ട്. അത് ഞാൻ ഈ ബ്രൗണിൽ ഇട്ടിരിക്കുന്നത് ഡു, ബി, ഹാവ് ആൻഡ് മോഡൽസ്. ഇതാണ് ഓക്സിലറിയുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഏതൊക്കെയാണ് 4 ക്ലാസിഫിക്കേഷൻ? ഡു, ബി, ഹാവ് ആൻഡ് മോഡൽസ്. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ.
ഡൂവിനകത്ത് 3 എണ്ണം ഉണ്ട്, ബിക്കകത്ത് 6 എണ്ണം ഉണ്ട്, ഹാവിനകത്ത് 3 എണ്ണം ഉണ്ട്, മോഡൽസിനകത്ത് 12 എണ്ണം ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഓക്സിലറീസ് വരുന്നത്. ഡൂവിനകത്തുള്ള 3 എണ്ണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡു, ഡസ്, ഡൂ, ഡിഡ്. ഡസ്, ഡൂ, ഡിഡ് ഇത് ഇത്രയും ഡൂവിനകത്ത് വരുന്ന 3 എണ്ണമാണ്. ബിക്കകത്ത് വരുന്ന 6 എണ്ണം ഏതൊക്കെയാണ്? ആം, ഈസ്, ആറ്, വാസ്, വേർ, ബി. ഈ 6 എണ്ണം ബിയുടെയാണ്. അപ്പം ബിയുടെ ഗ്രൂപ്പിൽ വരുന്ന എത്ര ഓക്സിലറി ഉണ്ടെന്ന് ചോദിച്ചാൽ 6 ഓക്സിലറി ആണുള്ളത്. ഈ 6 എണ്ണം ഒരേപോലെ അല്ല ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ രൂപങ്ങളാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന മറ്റു തരത്തിലാണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹാവ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട്, ഹാസ്, ഹാവ്, ഹാഡ്. കണ്ടോ? മോഡൽസ് എന്ന് പറയുന്നത് 12 എണ്ണം ഉണ്ട്. അങ്ങനെ 12, 3, 15, 6, 21, 3, 24 എണ്ണം ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഓക്സിലറിയുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതെന്താണ്? ഓക്സിലറീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 4, ദാറ്റ് ഈസ് ദി ഫോംസ് ഓഫ് ഡു, ഫോംസ് ഓഫ് ബി, ഫോംസ് ഓഫ് ഹാവ് ആൻഡ് ദി മോഡൽസ്. There are 3 auxiliaries in the group of do, 6 auxiliaries in the group of be, and 3 auxiliaries in the group of have, and 12 models. Okay, അപ്പോൾ ഇത്രയാണ്. ഓൾ ടുഗദർ വി ഹാവ് 24 auxiliaries. ഇതിനകത്ത് ഇനി ഞാൻ അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കുക. ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓക്കെ, പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എത്ര എണ്ണം ഈ പറഞ്ഞിരിക്കുന്ന 3 ഗ്രൂപ്പുകൾ ചേർത്തിട്ടാണ്, 3 ഗ്രൂപ്പിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ടാണ് പ്രസൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൂവിനകത്തുനിന്ന് ഡസും ഡൂവും, ബിനകത്തുനിന്ന് ആം, ഈസ്, ആറും, ഹാവിനകത്ത് ഹാസ്, ഹാവ്. ഈ 7 എണ്ണം പ്രസൻറ്റ് ടെൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറീസാണ്. എന്ന് വെച്ചാൽ ഈ ഓക്സിലറീസിൽ ഏതെങ്കിലും 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു സെൻറ്റൻസിനകത്ത് കണ്ടാൽ നിങ്ങൾക്ക് അപ്പോഴേ പറയാം അതെന്താണ്, പ്രസൻറ്റ് ടെൻസ് ആണ് എന്ന് പറയാം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാസ്റ്റ് ടെൻസോ ഡിഡ്, വാസ്, വേർ, ഹാഡ് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേ പറയാം ഈ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പാടുമില്ല. ഏത് ടെൻസിലാണ് ഒരു സെൻറ്റൻസ് എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ഓക്സിലറിയെ നോക്കിയാൽ മതി. ഏതാണ് ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി നോക്കിയാൽ നിങ്ങൾക്ക് ടെൻസിനെ പറയാൻ ഒരു പാടുമില്ല. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒന്നീ അവിടെ ഡസ് ഉണ്ടായിരിക്കും, ഡു, ഇതെല്ലാം കൂടെ ഉണ്ടാവില്ല കേട്ടോ. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഒന്നീ ഡസ് ഉണ്ടായിരിക്കും, അല്ലെ ഡു ഉണ്ടായിരിക്കും, അല്ലെ ആം ഉണ്ടായിരിക്കും, അല്ലെ ഈസ് ഉണ്ടായിരിക്കും, അല്ലെ ആർ ഉണ്ടായിരിക്കും, അല്ലെ ഹാസ് ഉണ്ടായിരിക്കും, അല്ലെ ഹാവ് ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഒരു സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. ഡിഡ്, വാസ്, വേർ, ഹാഡ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ വിചാരിച്ചോണം അത് പാസ്റ്റ് ടെൻസ് ആണ്. ഇനി നമുക്കിവിടെ ഒരു ബീനുണ്ട്. ഞാൻ പറയും ബീനെന്ന് പറയാൻ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴെങ്കിലും പിരിച്ചെഴുതേണ്ട ഒരു അവസ്ഥ വരികയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രോപ്പർ വെർബ് പ്ലസ് ബീനായിരിക്കും അവിടെ വരുന്നത്. അപ്പം ബീനെ നമ്മൾ വേറെ ചില സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗമുണ്ട്. അതെന്താണ് എന്ന് നമ്മൾ മുമ്പോട്ട് വരുന്ന സ്ഥലത്ത് വിളിക്കും. ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ എന്തിനെ ഉപയോഗിച്ചാലും മതി, ബീനെ ഉപയോഗിച്ചാലും മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഒരു പേരിൽ നമ്മൾ ബീനെ പഠിക്കുന്നത്. ഇത് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ടെൻസിനെ ഡിസൈഡ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? ബീൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ വേറൊരു ഓക്സിലറി ഷുവറായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബീൻ ഒരിക്കലും ഒരു ടെൻസിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ്. പക്ഷേ ഇത് ഇത്രയും ഏതൊക്കെയാ? ഡസ്, ഡു, ആം, ഈസ്, ആർ, ആസ്, ഹാവ് ഇത് ഇത്രയും പ്രസൻറ്റ് ടെൻസിനെയും, ഡിഡ്, വാസ്, വേർ, ഹാഡ് ഇത് 4 പാസ്റ്റ് ടെൻസിനെയും ഡിസൈഡ് ചെയ്യും. ബീൻ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ടെൻസിനെ ഡിസൈഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് യൂസ്ഡ് അലോങ് വിത്ത് അനദർ ഓക്സിലറി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് മോഡൽസ് ആണ്. മോഡൽസ് 12 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് ഫ്യൂച്ചർ ടെൻസ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ബാക്കി നോക്കാവൂ. എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് വില്ലും ഹാവും കൂടി ഒരുമിച്ച് വന്നു. അപ്പം നിങ്ങൾ പറയാം വില്ലെന്ന് പറയാൻ ഫ്യൂച്ചർ അല്ലേ, ഹാവ് എന്ന് പറയുന്നത് പ്രസൻറ്റ് അല്ലേ, അതെന്തോ ഫ്യൂച്ചർ പ്രസൻ്റ് ആണോ ഇത് എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കരുത്. ഒരു സെൻറ്റൻസിനകത്ത് മോഡൽ വന്നു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസാണ്. പിന്നെ നോക്കിയാൽ മതി ഹാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. മോഡൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ച് നമുക്ക് പറയാം അത് ഫ്യൂച്ചർ ടെൻസാണ്. മനസ്സിലായല്ലോ? അതൊന്നും മോഡലൊന്നും ഇല്ലെങ്കിൽ, മോഡൽസ് 12 അതിനകത്തൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതാണ്? പ്രസൻറ്റും പാസ്റ്റുമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഡസ്, ഡു, ആം, ഈസ്, ആർ, ഹാസ്, ഹാവ് ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. ഡിഡ്, വാസ്, വേർ, ഹാഡ് ഇത് 4 എണ്ണത്തിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഇനി നമുക്കിവിടെ ഇതിനകത്ത് ഒന്നുകൂടെ പറയാനുണ്ട്, വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. അത് മുമ്പോട്ട് വരുന്നുണ്ട് പറയാം. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്സിലറി 24 ഏതൊക്കെയാണെന്നും ഏതൊക്കെ ഗ്രൂപ്പിലാണ് വരുന്നതെന്നും ഏത് ടെൻസിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഈ ടേബിൾ നല്ലപോലെ എഴുതി ഒരു 5-6 പ്രാവശ്യം എഴുതി പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളതിനകത്ത് വളരെ പെർഫെക്റ്റ് ആവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡസ്, ഡു, ഡിഡ് ഇവർക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. ഒരു സെൻറ്റൻസിൽ ഒരിക്കലും ഇവരെ ഒറ്റയ്ക്ക് കാണാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഡസ്, ഡു, ഡിഡ് എപ്പോഴും മെർജ് ചെയ്തിരിക്കും വെർബിൻ്റെ കൂടെ. മെർജ് ചെയ്യാത്ത 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്നുകിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ല എങ്കിൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ്, അതായത് നോട്ട് ചേർന്ന സെൻറ്റൻസ് ആയിരിക്കും. ഹീ ഡിഡിൻറ്റ് ഗോ ഹോം, ഹീ ഡിഡിൻറ്റ് കണ്ടോ, ഈ സെൻറ്റൻസിനകത്ത് ഡിഡിൻ്റെ കൂടെ ഡിഡ് പ്രത്യേകമായിട്ട് വന്നു, ഡിഡിൻറ്റ് എന്ന് വന്നു. പക്ഷേ നോട്ടില്ലായിരുന്നെങ്കിലോ ഹീ വെൻറ്റ് ഹോം എന്നേ പറയത്തുള്ളൂ. പക്ഷെ നോട്ട് ചേർത്ത്, ഇൻറ്റ് ചേർത്തപ്പോൾ, നോട്ടെന്ന് ചേർത്തപ്പോൾ ഹീ ഡിഡ് നോട്ട് ഗോ ഹോം. അപ്പം നമുക്ക് ഓക്സിലറിയെ സെപ്പറേറ്റ് കാണാം. അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നോട്ട് ചേരുന്ന സെൻറ്റൻസിലോ ക്വസ്റ്റ്യൻ ഡിഡ് ഹീ കംപ്ലീറ്റ് ഹിസ് ഹോംവർക്ക്, ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിഡ് ഹീ കംപ്ലീറ്റ് ഹിസ് ഹോംവർക്ക് ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനിലോ നോട്ട് ചേർന്ന സെൻറ്റൻസിലോ മാത്രമേ നമുക്ക് ഡു, ഡസ്, ഡിഡിനെ സെപ്പറേറ്റ് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത എല്ലാ കണ്ടീഷനിലും ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്നത് എപ്പോഴും വെർബിൻ്റെ കൂടെ മെർജ് ചെയ്തിരിക്കും. മെർജ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നോക്കുക, ഡസ് എന്ന് പറയുന്ന റൈറ്റിൻ്റെ കൂടെ ചേർന്ന റൈറ്റ്സ് എന്നാണ്. അതായത് വെർബിൻ്റെ കൂടെ എപ്പോഴെങ്കിലും ഡസ് ചേരുകയാണെങ്കിൽ ഒന്നുകിൽ അത് അവസാനിക്കുന്ന എസ്സിൽ അവസാനിക്കുക, അല്ലെങ്കിൽ എസിൽ അവസാനിക്കും. നിങ്ങൾ ആലോചിക്കുക, ഡസ് ഏതിൻ്റെ കൂടെ ചേർന്നാലും, ഏത് വെർബിൻ്റെ കൂടെ ചേർന്നാലും, അതായത് ഡൂവിൻ്റെ കൂടെ ചേർന്നാലും, ഹാവിൻ്റെ കൂടെ ചേർന്നാലും, ബിയുടെ കൂടെ ചേർന്ന് ഏതിൻ്റെ കൂടെ ചേർന്നാലും അതിൻ്റെ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താ വെച്ചാൽ ആ വെർബിൻ്റെ ഫോം അവസാനിക്കുന്ന എസിലായിരിക്കും. ബിയുടെ കൂടെ ചേർന്നാൽ ഈസ് എന്ന് കിട്ടും, ഈസ് അവസാനിക്കുന്ന എസിലാണ്. ഹാവിൻ്റെ കൂടെ ചേർന്നാൽ ഹാസ് എന്ന് കിട്ടുന്നത്. ഡസ് എന്ന് പറയുന്നത് ഹാവിൻ്റെ കൂടെ ചേർന്നാൽ ഹാസ് എന്ന് കിട്ടും, അവസാനിക്കുന്ന എസിലാണ്. ഡസ് ബിയുടെ കൂടെ ചേർന്നാൽ ഈസ് എന്ന് കിട്ടും, അവസാനിക്കുന്ന എസിലാണ്. വർക്കിൻ്റെ കൂടെ എസ് ചേർന്നാൽ വർക്ക്സ് എന്ന് കിട്ടും, അവസാനിക്കുന്ന എസിലാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുക ഡസ് ഏതാണുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എളുപ്പമാണ്. എപ്പോഴാണ് ഇങ്ങനെ നോക്കേണ്ടത്? ഒരു സെൻറ്റൻസിൽ എപ്പോഴെങ്കിലും വേറെ ഒരു ഓക്സിലറി ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പോഴേ ആലോചിച്ചോണം അവിടെ ഉള്ളത് ഡസോ, ഡുവോ, ഡിഡോ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ പിന്നെന്താ വേണം, അത് സ്പ്ലിറ്റ് ചെയ്ത് പോകണം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ് കറക്റ്റ് പഠിപ്പിക്കുക. നിങ്ങൾ നോക്കിയോ, ഹീ റൈറ്റ്സ് എ ലെറ്റർ. ഹീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്ന സെൻറ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ നമ്മൾ നോക്കിയപ്പോൾ ഓക്സിലറി ഒന്നും കാണാനില്ല. ഓക്സിലറി എത്ര എണ്ണം ഉള്ളത്? 24 ഉള്ളത്, ശരിയല്ലേ? ഡു, ഡസ്, ഡിഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഡു, ഡസ്, ഡിഡും ബീനും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ഉണ്ട്? 20 ഉണ്ട്, ശരിയല്ലേ? 3, 4. ബീന് ഞാൻ പറഞ്ഞ ടെൻഷനെ ഒന്നും ഡിസൈഡ് ചെയ്തില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് നമുക്കതിനെ മറക്കാം. പിന്നെ ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്നത് ഇവരുടെ കൂടെ മെർജ് ചെയ്തിരിക്കുകയായിരിക്കും, അതുകൊണ്ട് അവരെ മാറ്റി വെക്കാം. ബാക്കിയുള്ള 20 ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഹീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയും ഈസില്ല, ആമില്ല, ആറില്ല, വാസില്ല, വേറില്ല, ശരിയല്ലേ? ഹാസ് ഇല്ല, ഹാവ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഡിഡില്ല, വാസില്ല, ഡിഡിൻ്റെ പോട്ടെ, വാസില്ല, വേറില്ല, ഹാഡില്ല, ശരിയല്ലേ? മോഡൽസ് ഒന്നുമില്ല. അപ്പോൾ ശരി തന്നെ, ഇതിനകത്ത് ഒന്നും കാണാനില്ല. അങ്ങനെയില്ല, ഒന്നിനെയില്ല, ഒരു ഓക്സിലറി ഇവിടെ കാണാനായിട്ടില്ല എങ്കിൽ നമ്മൾ ഈ വെർബിനെ പിരിച്ചെഴുതണം. പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. വെർബിൻ്റെ കൂടെ യെസ് വന്നാൽ അപ്പോഴേ നമുക്കറിയാം അവിടെ എന്തുണ്ട്, ഡസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഡസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഡസ് ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഡസ് നമ്മൾ പഠിച്ച ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ പറഞ്ഞ ഡസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണ്. സിമ്പിളാണോ കണ്ടിന്യൂസ് ആണോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് പ്രസൻറ്റ് ടെൻസിലാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് മനസ്സിലായത്? ഓക്സിലറിയെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡസ് ആണ്. ഡസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറിയാണ്, അതുകൊണ്ട് പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. ദേ റൈറ്റ് ലെറ്റേഴ്സ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ദേ റൈറ്റ് ലെറ്റേഴ്സ്. ഇവിടെ നമുക്ക് ഒരു ഓക്സിലറിയും കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ വെർബിനകത്തേക്ക് നോക്കി. വെർബിനകത്ത് നോക്കിയപ്പോൾ യെസ് ഇല്ല എങ്കിൽ അപ്പോഴേ നമ്മൾ വിചാരിച്ചോണം ഡു ആണ് അവിടെ ചേർത്തിരിക്കുന്നത്. ഒരു ക്രിയയുടെ കൂടെ ഒരു ഓക്സിലറി ഇല്ല, ക്രിയയുടെ കൂടെ യെസ്സോ ഇഎസ്സോ ചേർത്തിട്ടില്ല എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഒരു കാര്യം നോക്കണം. യെസ്സോ ഇഎസ്സോ ഇല്ലെങ്കിൽ ക്രിയയുടെ ഏത് രൂപമാണ് എഴുതിയത്? V1 ആണോ V2 ആണോ എഴുതിയിരിക്കുന്നത് അതുകൂടെ നോക്കണം. V1 ആണോ V2 ആണോ എഴുതിയിരിക്കുന്നത് നോക്കണം. അപ്പോൾ യെസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഡസ് ഇല്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് ക്രിയയുടെ V1 ആണോ V2 ആണോ നോക്കണം. V1 ആണെങ്കിൽ ഡു, V2 ആണെങ്കിൽ ഡിഡ്. V2 എന്ന് പറഞ്ഞാൽ എന്തോർത്താം? പാസ്റ്റ് ഫോം. പാസ്റ്റ് ഫോം ആണെങ്കിൽ എന്താ ഉള്ളത്? ഡിഡ്. പ്രസൻറ്റ് ഫോം ആണെങ്കിൽ എന്താ ഉള്ളത്? ഡു. അപ്പോൾ ഇവിടെ നോക്കിയേ V1 ആണ് എഴുതിയിരിക്കുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ V1 ആണ്. റൈറ്റിൻ്റെ V2 ഏതാ? റോട്ട് എന്ന് പറയുന്നതാണ് V2. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് V1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോക്കിയത്. യെസ് ഇല്ല, ഒരു ക്രിയയ്ക്കുണ്ട്, ഒരു സെൻറ്റൻസിനകത്ത് ഓക്സിലറി ഇല്ല, ക്രിയ ഉണ്ട് മാത്രമേ ഉള്ളൂ. ക്രിയ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ആദ്യമേ നോക്കേണ്ട യെസ്സോ ഇഎസ്സോ ഉണ്ടോ എന്ന് നോക്കാം. യെസ്സോ ഇഎസ്സോ ഉണ്ടെങ്കിൽ ഡസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഡസ് ഉപയോഗിക്കുന്ന പ്രസൻറ്റ് ടെൻസിലാണ് മനസ്സിലായി.
ഓക്കെ. ഇനി എസ് ഇല്ലാത്തൊരു കണ്ടീഷനാണെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ നമുക്ക് V1 ആയിരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുക, അല്ലെ V2 ആയിരിക്കും ഉപയോഗിച്ചിരിക്കുക. V1 ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഡു ഉണ്ട് അവിടെ ഓക്സിലറി, V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡിഡ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മുമ്പോട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ദേ റൈറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡു ആണ്. ഡു വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ റൂൾ അനുസരിച്ച് എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഡസും ഡൂവും വന്നാൽ അത് പ്രസൻറ്റ് ടെൻസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഓക്കെ, അവിടെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഹീ ഈസ് ഹാപ്പി. ഹീ ഈസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹീ ഡസ് ബി ഹാപ്പി എന്നാണ്. നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഈസ് എന്ന് പറയുന്നത് വന്നാലും എന്ത് തന്നെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രസൻറ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഡു ഡസ് എന്ന് പറയുന്ന സാധനം വന്നു. ഈസ് എന്ന് പറഞ്ഞാലും നമ്മളെന്ത് പറഞ്ഞു? ഈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡസ് പ്ലസ് ബി എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പറയാം ഈസ് വന്നാൽ ആ സെൻറ്റൻസ് എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ, ഇപ്പോഴും അത് പ്രസൻറ്റ് ടെൻസ് ആയി. അടുത്ത നോക്കാം. ദേ ഹാഡ് ദി മണി. ദേ ഹാഡ് ദി മണി. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹാഡാണ് ഉപയോഗിച്ചത്. ഹാഡ്. ഹാഡ് എന്ന് പറയുന്നത് ഏത് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്? നമുക്കൊന്ന് ആലോചിച്ചോ. ഹാഡ് എന്ന് പറയുന്നത് എവിടെയാണ്? പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. പാസ്റ്റിൽ ഉപയോഗിക്കുന്ന. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഇത്? പാസ്റ്റ് ടെൻസ് ആണ്. അല്ല, ഹാഡ് എന്ന് പറയാം പാസ്റ്റ് ടെൻസ് ആണ്. ഹാഡ് എന്ന് പറയുന്നത് നോക്കി, ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് വെർബായിട്ടാണ് ഉപയോഗിച്ചത്. വെർബാണെങ്കിൽ എന്തെടുക്കണം? സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഡിഡ് പ്ലസ് ഹാവ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഡിഡ് ഉള്ളത് കൊണ്ടാണ് അത് പാസ്റ്റ് ആവുന്നത്. പക്ഷേ നമുക്കറിയാം ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ പിരിച്ചെഴുതേണ്ട കാര്യമില്ല. ഹാഡ് വന്നാലും അത് പാസ്റ്റ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനെ പിരിച്ചെഴുതാൻ നടക്കേണ്ട. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കുക ഒരു ഓക്സിലറി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഒറിജിനൽ ഫോം ഏതാണോ അത് എഴുതണം, പ്ലസ് ഡിഡോ ഡുവോ ഡസോ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതണം. അപ്പോൾ ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ആണെങ്കിൽ നമുക്കറിയാം ഡിഡ് പ്ലസ് ഹാവ് എന്നാണ് ശരിക്കും വരുന്നത്. പക്ഷേ അത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ കൂടുതൽ ഡിസൈഡ് പറയുന്നതായിരിക്കും, കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനെ പറ്റി. ദേ വേർ ടേക്കൺ ടു ദി സൂ. ഇവിടെ ദേ വേർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഓക്സിലറി വേർ ആണ്. വേർ എന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആണ്. വി വിൽ ഫിനിഷ്. വിൽ എന്ന് പറയുന്ന മോഡലാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഫ്യൂച്ചർ ടെൻസ് ആണ്. യു മസ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു മോഡലാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എങ്ങനെയാണ് നിങ്ങൾ ടെൻസിനെ കണ്ടുപിടിക്കുന്ന ഒരു സെൻറ്റൻസിനകത്തുനിന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു സെൻറ്റൻസിനകത്തുള്ള ഓക്സിലറിയെ നോക്കിയാൽ മതി. ഓക്സിലറികളൊന്നും കാണാനില്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോണ്ട് അവിടെ ഡുവോ ഡസോ ഡിഡോ ആണ് വന്നിരിക്കുന്നത്. ക്രിയയുടെ കൂടെ എസ് വന്നിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇ എസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡസ് ആയിരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സഹായക്രിയ. അതല്ല V1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡു ആയിരിക്കും. V2 ആണെങ്കിൽ, അതായത് പ്രസൻറ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, അതായത് ഒറിജിനൽ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഡു ആയിരിക്കും. അതല്ല പാസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് ഡിഡ് ആയിരിക്കും അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അത് പാസ്റ്റ് എന്നോ പ്രസൻറ്റ് എന്നോ പാസ്റ്റ് എന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അടുത്തതിനകത്ത് പോവാം. ഹരി ഈസ് എ ഗുഡ് ബോയ്. 3-4 എക്സാമ്പിൾ വേറെ നമ്മൾ നോക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഹരി ഈസ് എ ഗുഡ് ബോയ്. ഹരി ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയുന്നതിനകത്ത് ഈസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അപ്പോഴേ അറിയാം പ്രസൻറ്റ് ടെൻസ്. ഷീല വാസ് ഗോയിങ് ടു സ്കൂൾ. വാസ് ആണ് വന്നിരിക്കുന്ന ഓക്സിലറി, പാസ്റ്റ് ടെൻസ്. ഐ വിൽ ഫിനിഷ്. വിൽ എന്ന് പറഞ്ഞ ഫ്യൂച്ചർ മോഡലാണ്, ഫ്യൂച്ചർ ടെൻസ്. ഹീ ബോട്ട് സം ആപ്പിൾസ്. അല്ല, ഈ ബോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? ബൈയുടെ 3 രൂപങ്ങളിലൊന്ന്. രണ്ടാമത്തെ V2 ആണ് ബോട്ട്. ബോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? ഡിഡ് പ്ലസ് ബൈ ആണ്. ശരിയല്ലേ? അപ്പോൾ അവിടെ ഏതാ ഓക്സിലറി ഉള്ളത്? ഡിഡ് ആണുള്ളത്. അതുകൊണ്ട് അതെന്തായി? പാസ്റ്റ് ടെൻസ് ആയി. ഓക്കെ, അടുത്ത നോക്കാം. ഇതാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. ശരിക്കും പറയാം എങ്ങനെയാണ് ഈസ്, ആം, ആറ്, വാസ്, വേറൊക്കെ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡസ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഈസ്. ഓക്കെ, ഡസ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഈസ്. ഡു പ്ലസ് ബി ഈസ് ഈക്വൽ ടു ആം അല്ലെങ്കിൽ ആർ. ഡു പ്ലസ് ബി ഐ ആ വരുന്നെങ്കിൽ ആം എന്ന് വരും, അല്ലെങ്കിൽ ബഹുവചനാണ് വരുന്നതെങ്കിൽ ആർ എന്ന് വരും. ഡിഡ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വേറാണ്. വാസ് ആയാലും വേറായാലും രണ്ടിനകത്തും ഉള്ളത് ഡിഡ് തന്നെയാണ്. ഹി വാസ് ഹാപ്പി. അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ കിട്ടും? ഹി ഡിഡ് ബി ഹാപ്പി എന്നാണ് അർത്ഥം. ഇതെങ്ങനെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതേ ഹി ഈസ് ഹാപ്പി എന്ന് പറയാം. ഹി ഡസ് ബി ഹാപ്പി എന്നാണ്. ഡസും ബിയും കൂടെ ചേരുമ്പോഴാണ് ഈസ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഡസും ബിയും കൂടെ ചേർന്നാൽ എന്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. ബോയ്സ് വേർ പ്രസൻറ്റ്. ഹി ഡിഡ് ബി പ്രസൻറ്റ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് ഡു പ്ലസ് ഹാവ് എന്ന് പറഞ്ഞാൽ ഹാവ് ആയിരിക്കും. ഡസ് പ്ലസ് ഹാവ് എന്ന് പറഞ്ഞാൽ ഹാസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ് എപ്പോഴെങ്കിലും ഡസ് ഒരു ക്രിയയുടെ കൂടെ ചേർന്നാൽ അതിൻ്റെ കൂടെ എന്ത് വരും? എസ് ചേർന്ന് വരും എന്ന് ഞാൻ പറയാം. ഡിഡ് പ്ലസ് ഹാവ് എന്ന് പറഞ്ഞാൽ ഹാഡ് ആയിരിക്കും. ഇത് മൂന്നും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രം പറഞ്ഞതുകൊണ്ട് ഡസ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഈസ്. ഡു പ്ലസ് ബി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആം എന്ന് വിളിക്കുക, അല്ലെ ആർന്ന് വിളിക്കും. ഡിഡ് എന്ന് പ്ലസ് ബി വരികയാണെങ്കിൽ വാസ് അല്ലെ വേറെ വരും. ഡു പ്ലസ് ഹാവ് എന്ന് പറഞ്ഞാൽ ഹാവ് ആയിരിക്കും. ഡസ് പ്ലസ് ഹാവ് എന്ന് പറയുമ്പോൾ ഹാസ് ആയിരിക്കും. ഡിഡ് പ്ലസ് ഹാവ് എന്ന് പറയുമ്പോൾ
ഹാഡ് ആയിരിക്കും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഡു പ്ലസ് ബി എന്ന് പറയുന്നത് എന്തും ആവാം, ബി എന്നും ആവാം. അതോടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്താ എടുക്കാം, ബി ഡൂവിൻ്റെ കൂടെ ബി വരികയാണെങ്കിൽ ബിന്ന് മാത്രമായിട്ട് ഇരിക്കുകയും ചെയ്യാം വേണമെന്ന് വെച്ചാൽ. ഉണ്ടോ ആം ആറ് വേണമെങ്കിൽ ഡു പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബിക്ക് മാറ്റം പറ്റില്ല. ഞാൻ പറയാം ഡു എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ബി അത് ആ ഫോം അതേപോലെ എഴുതുകയും ചെയ്യാം, അതും വരാം എൻ്റെ കൂടെ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളിടത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇനി അടുത്തത് എങ്ങനെയാണ് സിമ്പിള് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു സെൻറ്റൻസിനെ കണ്ടാൽ, നമ്മളിപ്പോൾ ഇതുവരെ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞുള്ളൂ. ഓരോന്നിനകത്തും എന്തുണ്ട്, സിമ്പിളുണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഇത് ഓരോന്നും എങ്ങനെയാണ് വേണ്ടതെന്ന് വരുന്നതെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ സെൻറ്റൻസിനെ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ പറയും ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ് എന്ന് പറയാൻ ഭയങ്കര ഈസിയാണ്. കാണുന്നുണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റും. റൂളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം, പക്ഷേ ആദ്യമേ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് പറയുന്നത്? സിമ്പിളിനെ പറ്റി നമ്മൾ പറയത്തേ ഇല്ല, നിങ്ങൾ പഠിക്കത്തില്ല. ഇതൊന്നും നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് അല്ല, പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ അത് സിമ്പിൾ. വേറെ ഒന്നും ആവാൻ പറ്റില്ല. ആകെ 4 ഉള്ളൂ, 3 അല്ലെങ്കിൽ പിന്നെ 4ാമത്തെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് 3 പഠിക്കുക. കണ്ടിന്യൂസ് എന്താണെന്ന് പഠിക്കുക, പെർഫെക്റ്റ് എന്താണെന്ന് പറയുക. പെർഫെക്റ്റ് വളരെ ഈസിയാണ്. ഇത്രയും പറയുന്ന അത്രയും വലിയ പാടൊന്നുമില്ല ഒരു സെൻറ്റൻസ് നോക്കാൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ആണെങ്കിൽ ഒന്നുകിൽ വെർബിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബിയുടെ കൂടെയോ ആ സെൻറ്റൻസിൽ ING ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ING കണ്ടാൽ അപ്പോഴേ നിങ്ങൾ വിചാരിച്ചോ കണ്ടിന്യൂസിൻ്റെ ഒരു മണം അടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് കണ്ടിന്യൂസ് ആണെന്നൊന്നും ഞാൻ പറയില്ല, ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിരിക്കും. ഒന്നേ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും, വെറും കണ്ടിന്യൂസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ആണ് എന്ന് നിങ്ങൾ വിചാരിച്ചോണം. എപ്പോഴാണ് വെർബിൻ്റെ കൂടെ ING. ഇപ്പോൾ ആളിൻ്റെ പേരിൻ്റെ കൂടെ ഒരു ING കണ്ടുകൊണ്ട്, നൗണിൻ്റെ കൂടെ ING കണ്ടുകൊണ്ട് പറയരുത്. ഇപ്പോൾ സിംഗ് എന്ന ഒരാളുടെ പേരുണ്ട്, അതിനകത്തും ING ഉണ്ടല്ലോ, ഏതോ പറഞ്ഞും പോയിക്കളായിട്ട്. വെർബിൻ്റെ കൂടെ ഉള്ള കാര്യമാണ്. ഒന്നുകിൽ വെർബ്, 2 കണ്ടീഷൻ നമ്മൾ പറയാം. ഒന്നുകിൽ വെർബ് അല്ലേ, ഒന്നുകിൽ വെർബിൻ്റെ കൂടെ ING ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബിയുടെ കൂടെ ING ഉണ്ടാകും. ഈ 2 കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ പറയുന്നത് അതൊരു കണ്ടിന്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. നോക്കാം. ഹരി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. കണ്ടോ, ഹരി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ഇവിടെ പ്ലേ എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ ING വന്നിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് പറയാം കണ്ടിന്യൂസ് ആണ്. വേറെ ഒന്നും പറയാം, നമ്മളെ പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്നൊക്കെ പിന്നെ നമുക്ക് അല്ലെങ്കിൽ, പക്ഷേ നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ആണ്. ഈ സെൻറ്റൻസ് കണ്ടിന്യൂസ് ആണ്. ഇനി ഇത് ഏത് കണ്ടിന്യൂസാണ് നമ്മൾ ആലോചിക്കുക. ഈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ടെൻസി വരുന്ന, പ്രസൻറ്റ് ടെൻസി വരുന്നത്. അപ്പോൾ പ്രസൻറ്റായി കണ്ടിന്യൂസ് ആയി. അപ്പോൾ നമുക്ക് പറയാം പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഈ സെൻറ്റൻസ് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ശരിയല്ലേ? അടുത്ത് നോക്കാം. റാണി ഈസ് ബീയിങ് സെൻഡ് ടു ഡൽഹി. കണ്ടോ, ഷീ ഈസ് ബീയിങ് സെൻഡ് ടു ഡൽഹി. അപ്പോൾ ബീയിങ് എന്ന് പറഞ്ഞാൽ ബിയുടെ കൂടെ ING വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. ഇവിടെ എന്താ വന്നിട്ടുണ്ട്? ഈസ് വന്നിട്ടുണ്ട്, പ്രസൻറ്റ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. അടുത്ത് നോക്കാം. റാണി വാസ് ടേക്കിംഗ് ദ ബുക്ക്. അവിടെ ടേക്ക് എന്ന് പറയുന്നത് വെർബാണ്. വെർബിൻ്റെ കൂടെ ING വന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഓക്സിലറി ചെയ്താൽ വാസ് ആണ്. വാസ് ഏത് ടെൻസിനെ കാണിക്കുക? പാസ്റ്റിനെ കാണിക്കുന്നതാണ്. എന്തായി? ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി അല്ലേ? ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ശരിയല്ലേ? ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ഇതെന്തായി? ഇതെന്തുകൊണ്ട്? ഇതെന്ന് പറയുന്നത് എന്തായി? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. ശരിയല്ലേ? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. ഇതും എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വെർബിൻ്റെ കൂടെ ING വരികയോ ബിയുടെ കൂടെ ING വരികയോ ഇത് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഞാൻ അത് എഴുതിയേക്കാം, പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം വെർബിൻ്റെ കൂടെ ING വന്നാലോ ബിയുടെ കൂടെ ING വന്നാലോ നമ്മൾ പറഞ്ഞാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിരിക്കും. അത് പ്രസൻറ്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് ഓക്സിലറിയെ നോക്കി അപ്പോഴേ നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? ഇനി അടുത്ത പെർഫെക്റ്റ് നോക്കാം. പെർഫെക്റ്റ് ടെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വേർഡ് വേണം. ഞാനിത് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെയോ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെയോ ഒന്നും കാര്യമല്ല പറയാം. ഞാൻ പറയാം കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞത്. അത് ഫ്യൂച്ചർ ആയാലും പാസ്റ്റ് ആയാലും പ്രസൻറ്റ് ആയാലും ഏതായാലും ഉള്ള കാര്യം പറയുന്നത്. ഏതായാലും കണ്ടിന്യൂസ് ആണെങ്കിൽ ING ഉണ്ടായിരിക്കണം. പിന്നെ പ്രസൻറ്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിലറിയാണ് നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ ING നോക്കിയൊന്നും പറയാൻ പറ്റത്തില്ല. ING കണ്ടാൽ നമുക്കറിയാവുന്നൊരു കാര്യം കണ്ടിന്യൂസ് ആണെന്ന് മാത്രം. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തത് 4 ഉള്ളത്. ആദ്യമേ പറഞ്ഞ സിമ്പിൾ നമ്മൾ എന്താണെന്ന് പറയുന്നില്ല. കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഇത് 3 അല്ലെങ്കിൽ അത് സിമ്പിളാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അടുത്ത് പെർഫെക്റ്റ് എന്താണെന്ന് നോക്കാം. പെർഫെക്റ്റിനകത്ത് ഹാസ്, ഹാവ്, ഹാഡ് ഇത് 3 ഏതെങ്കിലും ഒന്ന് വേണം. ഒന്നാമത്തെ കണ്ടീഷൻ. 2 കണ്ടീഷനാണ് അത് പറഞ്ഞത്. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താ? പെർഫെക്റ്റ് ടെൻസ് ആകണമെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലും ഒന്ന് വേണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ത് വേണം? ഒരു സെൻറ്റൻസിനകത്ത് ഒന്നുകിൽ ഹാസ് വേണം, അല്ലെങ്കിൽ ഹാവ് വേണം, അല്ലെങ്കിൽ ഹാഡ് വേണം. പക്ഷേ
ഇത് മാത്രം വന്നതുകൊണ്ട് പെർഫെക്റ്റ് ടെൻസ് ആവത്തില്ല. ഇതാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുക. എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്ക് ഇതാണ്. ഹാസോ ഹാവോ ഹാഡ് കണ്ട ഉടനെ തന്നെ പറയും പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറയും. അങ്ങനെയല്ല. പെർഫെക്റ്റ് ടെൻസ് ആവാനുള്ള ഒരു കണ്ടീഷനാണ് ഹാസോ ഹാവോ ഹാഡോ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഒന്നുകിൽ അവിടെ ബീൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കണം. അതാ മുമ്പേ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് പെർഫെക്റ്റ് ടെൻസിനകത്ത് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഹാസോ ഹാവോ ഹാഡോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഒരു സാധനം എന്താണ്? ഒന്നുകിൽ ബീൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ഇത് രണ്ടും ഇല്ല എങ്കിൽ അത് പെർഫെക്റ്റ് ആവത്തില്ല. വേറെ ഏതെങ്കിലും ടെൻസ് ആയിരിക്കും, പക്ഷേ പെർഫെക്റ്റ് ആവത്തില്ല. അപ്പോൾ ഹാസോ ഹാവോ ഹാഡോ വരണം എന്നുള്ളത് ഫസ്റ്റ് കണ്ടീഷൻ. അത് കഴിഞ്ഞാൽ ബീൻ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങളൊരു സെൻറ്റൻസിനകത്ത് ഹാസോ ഹാവോ ഹാഡോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളവിടെ ബീനോ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഹരി ഹാസ് റിട്ടൺ ദി ബുക്ക്. കണ്ട, അപ്പോൾ ഹരി ഹാസ് റിട്ടൺ ദി ബുക്ക് എന്ന് പറയുന്നതിനകത്ത് ഹാസ് വന്നിട്ടുണ്ട്. ഹാസ് വന്നാൽ ഉടനെ നമ്മൾ ആലോചിക്കുക പെർഫെക്റ്റ് ആകാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് പറയും. ആണ് എന്ന് പറയരുത്, ആവാനൊരു സാധ്യത ഉണ്ടല്ലോ എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണം റിട്ടൺ. റിട്ടൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പം ഹാസും ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. രണ്ടും കൂടെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഞാൻ 3 ഫോംസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്ന പാകത്തിൽ ഞാൻ അതിൻ്റെ 3 ഫോംസ് എഴുതിയിട്ടുണ്ട്. റൈറ്റ്, റോട്ട്, റിട്ടൺ. ശരിയല്ലേ? ആ റിട്ടൺ എന്ന് പറയാൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ ഹാസിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ടെൻസാണ്. ഇവിടെ നോക്കാം. ദ ബുക്ക് ഹാസ് ബീൻ റിട്ടൺ ബൈ ഹരി. ഇവിടെ നമുക്കറിയാം റിട്ടണും ഉണ്ട് ബീനും ഉണ്ട്, രണ്ടും വന്നിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് യാതൊരു കാരണവശാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്കിത് പെർഫെക്റ്റ് ടെൻസാണ്. ഹാസ് കഴിഞ്ഞ് ബീനോ റിട്ടണോ ഏതെങ്കിലും വന്നാൽ മതി നമ്മൾ പറഞ്ഞാൽ ഇവിടെ രണ്ടും വന്നിട്ടുണ്ട്. രണ്ടും വരാം, രണ്ടും വരുന്നതിന് ഒരു കുഴപ്പമില്ല. പാസീവ് വോയിസിലാണ് അങ്ങനെ രണ്ടും കൂടെ കയറി വരുന്നത്. നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ദി ബുക്ക് ഹാസ് ബീൻ റിട്ടൺ ബൈ ഹരി എന്ന് പറയുന്നിടത്ത് ഹാസ് കഴിഞ്ഞ് ബീനുണ്ട്. ഇപ്പോൾ വേറെ സെൻറ്റൻസ് ആണെന്ന് നോക്കിയാൽ, വേറൊരു സെൻറ്റൻസ് ഒന്ന് നോക്കുക. റാണി ഹാഡ് ഹെർ ലഞ്ച്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് വരുന്നു എന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു സെൻറ്റൻസ് വരുന്നു എന്ന് വിചാരിക്കും. ഇവിടെ നമ്മൾ നോക്കിയാൽ ഹാഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. പെർഫെക്റ്റ് ടെൻസ് ആവാനൊരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നീട് ബീനോ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഉപയോഗിച്ചിട്ടില്ല. ഹെർ എന്ന് വെച്ചാൽ അവളുടെ എന്നാണ്, ക്രിയയല്ലല്ലോ. അപ്പം നമുക്കറിയാം അതിനുശേഷം ഒരു എന്ത് ഉപയോഗിച്ചിട്ടില്ല? ഒരു വെർബില്ല, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് എന്തല്ല, ഇത് എന്തല്ല, ഈ സാധനം എന്താണ്? ഇത് പെർഫെക്റ്റ് ടെൻസിനകത്ത് വരത്തില്ല. ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് ടെൻസ് അല്ലേ? നോട്ട് എ പെർഫെക്റ്റ് ടെൻസ് അല്ലേ? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് ഹാസോ ഹാവോ ഹാഡോ മാത്രമായിട്ട് വന്നാൽ അതൊരിക്കലും എന്താവത്തില്ല, പെർഫെക്റ്റ് ടെൻസ് ആവത്തില്ല. പിടിയിട്ടില്ല ഇത്രയും കാര്യം. കണ്ടിന്യൂസിനെയും പെർഫെക്റ്റിനെയും നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി കാണുന്നവരുടെ വെർബിൻ്റെ കൂടെ ING അല്ലെ ബിയുടെ കൂടെ ING ഒരു സെൻറ്റൻസ് വന്നാൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഹാസോ ഹാവോ ഹാഡോ, നമുക്ക് ഇതിനകത്ത് ഈ കണ്ടിന്യൂസിനകത്ത് ഒരിക്കലും ഹാസോ ഹാവോ ഹാഡോ, അതായത് കണ്ടിന്യൂസിനകത്ത് നമ്മൾ ഹാസോ ഹാവോ ഹാഡിനെ പറ്റിയൊന്നും പറയുന്നില്ല. ING ഉണ്ടോ എന്ന് മാത്രമാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലായില്ലേ? ഹാസോ ഹാവോ ഹാഡോ വന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആവത്തുള്ളൂ. മനസ്സിലായി? അതില്ലെങ്കിൽ വെറും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണെന്ന് നോക്കാം. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ വേണം? ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് വേണം. ശരിയല്ലേ? പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് ഹാഡ് ഉണ്ടെങ്കിൽ മാത്രമേ പെർഫെക്റ്റിലേക്ക് പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തുകൂടി വേണം? ഒന്നുകിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം, അല്ലെങ്കിൽ ബീൻ വേണം. ഇത് രണ്ടിലേതെങ്കിലും ഉണ്ടെങ്കിലേ പെർഫെക്റ്റ് ആവും. അപ്പോൾ ഇവിടെ നോക്കാം. ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലും ഒന്നും ബീനും പിന്നെ വെർബിൻ്റെ കൂടെ ING ഉണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നോക്കിയേ, ഷംല ഹാസ് ബീൻ ലിവിങ് ഹിയർ. കണ്ട, അപ്പോൾ ഹാസ് ഉണ്ട്, അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീൻ ഉപയോഗിച്ചിട്ടുണ്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇവിടെ ഇല്ല, പക്ഷേ ബീൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ നോക്കുമ്പോൾ ഹാസ് ബീൻ എന്ന് പറഞ്ഞപ്പോൾ അത് പെർഫെക്റ്റ് ടെൻസ് ആയി കഴിഞ്ഞു. ഇനി വെർബിൻ്റെ കൂടെ ING വന്നിട്ടുണ്ട്, അപ്പോൾ അതെന്തായി മാറി? അത് കണ്ടിന്യൂസുമായി. അപ്പോൾ പെർഫെക്റ്റുമായി കണ്ടിന്യൂസുമായി. അപ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ചോ, ഹാസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് വിളിക്കാം നമുക്കല്ലേ?
അപ്പോൾ കണ്ടിന്യൂസ് ഞാൻ മൊത്തം എഴുതിയില്ല, കണ്ടിന്യൂസ് മനസ്സിലായി കാണുമല്ലോ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് വിളിക്കാൻ പറ്റും. ഇത് അടുത്ത് നോക്കാം. ദി കോച്ച് സെഡ് ദാറ്റ് ദി ബോയ്സ് ഹാഡ് ബീൻ പ്രാക്ടീസിങ് സിൻസ് ലാസ്റ്റ് മാർച്ച്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ലാസ്റ്റ് മാർച്ച് മുതൽ നമ്മുടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്ന് നമ്മൾ പറയാം, ശരിയല്ലേ? അപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നത് നോക്ക്. ദി കോച്ച് സെഡ് ദാറ്റ് ദി ബോയ്സ് ഹാഡ് ബീൻ പ്രാക്ടീസിങ്. കണ്ടോ, ഹാഡ് ബീൻ. അപ്പോൾ ഹാഡ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, പെർഫെക്റ്റ് ടെൻസ് ആവാം. ബീൻ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ഉണ്ട്. പെർഫെക്റ്റായി, ഇവിടെ വരെ ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റായി, വെർബിൻ്റെ കൂടെ ഐ എൻ ജി വന്നത് കണ്ടിന്യൂസ് ആയി, അതുകൊണ്ട് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. ഇനി ഹാഡ് എന്ന് പറയുന്നത് എന്താ? ഹാഡ് എന്ന് പറയുന്നത് ഇതിനെ കാണിക്കുന്നതാണ്. അയ്യോ, ഹാഡ് ബീൻ എന്ന് പറയുന്നത്, ഹാഡ് എന്ന് പറയുന്നത് ഇതിനെ കാണിക്കുന്നതാണ്, പാസ്റ്റിനെ കാണിക്കുന്നതാണ്, ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈസ് ഈക്വൽ ടു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ സെൻറ്റൻസിന് നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ള ഐഡിയ ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആക്റ്റീവ് പാസീവ് വോയിസ് എന്താണെന്ന് കൂടെ പറഞ്ഞ് നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റിൻ്റെ കഥയിലേക്ക് നമുക്ക് ആക്റ്റീവ് പാസിൻ്റെ സിമ്പിൾ പ്രസൻറ്റിലേക്ക് കടക്കാം. സിമ്പിൾ പ്രസൻറ്റ് ഓരോ ടേബിൾ ഇതിനെ പഠിക്കാം നമ്മൾ അടുത്ത ദിവസം. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗം നല്ലപോലെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ മുമ്പോട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ, പഠിക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ എന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വാട്ട് ഈസ് എ സബ്ജക്റ്റ്. ആക്റ്റീവ് പാസീവ് എന്ന് പറയുന്നത് വേറെ ഈസി ഒരു മന്ത്രമാണ് സംഭവം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുമില്ല. സബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? വെർബ് എന്ന് പറയുന്നതിനെ ചെയ്യുന്ന ആളാരാണോ അയാളാണ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിനെ സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണ്. എന്താ ഞാൻ പറഞ്ഞത്? സബ്ജക്റ്റ്, അതായത് വെർബ് ചെയ്യുന്ന ആൾ ആരാണോ അയാളെ ആദ്യമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ആക്റ്റീവ് വോയിസ്. ഉദാഹരണത്തിന്, രാജു ഈസ് ബൈയിങ് എൻ അംബ്രല്ല ഫ്രം ദി ഷോപ്പ് എന്ന് പറയുന്നതിനകത്ത് ബൈ എന്ന് പറയുന്നതാണ് വെർബ്. കണ്ടോ, വെർബ് ഈസ് ഈക്വൽ ടു ബൈ. ആരാണ് ഈ വെർബ് ചെയ്യുന്നത്? ഹൂ ഈസ് ഡൂയിങ് ദി വെർബ്? ആൻസർ ഈസ് രാജു. രാജു ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ, രാജുവിനെ നമ്മൾ എന്ത് വിളിക്കും? രാജു ഈസ് കോൾഡ് ദി സബ്ജക്റ്റ്, ശരിയല്ലേ? അപ്പോൾ ഈ സബ്ജക്റ്റിനെ നമ്മൾ ആദ്യം എഴുതിയിരിക്കുകയാണെങ്കിൽ, കണ്ടോ, മനസ്സിലായോ? സബ്ജക്റ്റിനെ നമ്മൾ ആദ്യം എഴുതിയിരിക്കുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് വോയിസ്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വേറെ രണ്ടെണ്ണം ഉണ്ട്. അംബ്രല്ല എന്ന് പറയുന്ന ഒരു സാധനം ഒരു നൗണുണ്ട്, ഷോപ്പ് എന്ന് പറയുന്ന ഒരു നൗണുണ്ട്. ഇത് രണ്ടും എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. അംബ്രല്ല എന്ന് പറയുന്നത് ഒരു നൗണുണ്ട്, ഷോപ്പ് എന്ന് പറയുന്ന നൗണുണ്ട്. അംബ്രല്ല എന്ന് പറയുന്നത് ബൈ എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റും ഷോപ്പ് എന്ന് പറയുന്നത് ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റുമാണ്. കേട്ടോ, നൗ വി ഹാവ് ടു അതർ നൗൺസ് ഇൻ ദി സെൻറ്റൻസ്, ദാറ്റ് ഈസ് അംബ്രല്ല ആൻഡ് ഷോപ്പ്. Umbrella is the object of the verb because it comes after the verb, but shop is an object of the preposition as it comes after a preposition. കണ്ട, പ്രിപ്പോസിഷന് ശേഷം വരുന്നത് കൊണ്ട് നമ്മൾ എന്തെടുക്കും? ഷോപ്പ് എന്ന് പറയുന്നത് എന്ത് വിളിക്കും? ഒബ്ജക്റ്റ് ഓഫ് ദി പ്രിപ്പോസിഷൻ എന്ന് പറയും. അംബ്രല്ല എന്ന് പറയുന്നത് വെർബിന് ശേഷം വരുന്നതാണ്, പക്ഷേ പ്രിപ്പോസിഷന് മുമ്പായിട്ട് തന്നെ വരുന്നതാണ്. മാത്രമല്ല ബൈ ചെയ്യുന്ന എന്തിനെയാണ് നമ്മൾ ബൈ ചെയ്യുന്നത്? അംബ്രല്ലയാണ്. അതുകൊണ്ട് നമ്മളിതിനെ അത് വിളിക്കും. ഓക്കെ, എന്ത് വിളിക്കും? വെർബ്, ഒബ്ജക്റ്റ് ഓഫ് ദി വെർബ് എന്ന് വിളിക്കും. ഇനി അടുത്തത് നമുക്കൊന്ന് ആലോചിക്കുക. ഇത് നോക്കാം. ഇവിടെ നോക്കിയാൽ PWD ഈസ് ബിൽഡിങ് എ ബ്രിഡ്ജ്. അപ്പോൾ PWD ഈസ് ബിൽഡിങ് എ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വെർബ് എന്ന് പറയുന്ന ബിൽഡാണ്. വെർബ് ചെയ്യുന്ന ആരാ? PWD ആണ്. PWD ഈസ് ദി സബ്ജക്റ്റ്. അപ്പോൾ പറഞ്ഞതോ, ഹിയർ ദി സെൻറ്റൻസ് ഈസ് ബിഗിനിങ് വിത്ത് ദി സബ്ജക്റ്റ്. സബ്ജക്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താ? സബ്ജക്റ്റും ഒബ്ജക്റ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചത്. അതായത് എന്താണ് സബ്ജക്റ്റ്, എന്താണ് ഒബ്ജക്റ്റ്, ഏത് വെർബിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് ഒന്നുകൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിച്ചത്. അടുത്തതിനകത്ത് നമ്മൾ എന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാൻ പോവാണ്. PWD ഈസ് ബിൽഡിങ് എ ബ്രിഡ്ജ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എന്നാണ്. ബിൽഡിംഗ് എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു, എപ്പോഴും വെർബ് എടുക്കേണ്ടത് ഒറിജിനൽ വെർബിനെയാണ് എടുക്കേണ്ടത്. അങ്ങനെ ഒറിജിനൽ വെർബിനെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ ഏതാണ്? ബിൽഡാണ്. ഹൂ ഈസ് ഡൂയിങ് ദി വെർബ്? PWD ആണ് വെർബ് ചെയ്യുന്നത്. സോ PWD ഈസ് ദി സബ്ജക്റ്റ്. Here the sentence is beginning with the subject. Subjectലാണ് ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്. When a sentence begins with the subject, it is in the active voice. When a sentence is not starting with a subject, it is in the passive voice. സബ്ജക്റ്റ് കൊണ്ടല്ല ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് വോയിസ്. ഓക്കെ, അടുത്തൊരു സെൻറ്റൻസോ. എ ബ്രിഡ്ജ് ഈസ് ബീയിങ് ബിൽഡ് ബൈ PWD. നോക്ക്, എ ബ്രിഡ്ജ് ഈസ് ബീയിങ് ബിൽഡ് ബൈ ദി PWD. ഇവിടെ വെർബ് എന്ന് പറയുന്നത് ബിൽഡ് തന്നെയാണ്. ബിൽഡ് എന്ന് എഴുതിയിരിക്കുന്നത് ഒറിജിനൽ വെർബ് ബിൽഡാണ്, അല്ലേ? അതിൻ്റെ ശരിയായ രൂപം, ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ബിൽഡാണ്.
ഹൂ ഈസ് ഡൂയിങ് ദി വെർബ്? PWD തന്നെയാണ് ജോലി ഇത് ചെയ്യുന്നത്. ബിൽഡ് ചെയ്യുന്ന ആരാണ്? ബൈ ദി PWD എന്ന് പറയാം. PWD തന്നെയാണ് ചെയ്യുന്നത്. സോ PWD ഈസ് ദി സബ്ജക്ട്. ഈ സെൻറ്റൻസിനകത്ത് PWD തന്നെയാണ് സബ്ജക്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വി നോ ദി സെൻറ്റൻസ് ഈസ് നോട്ട് ബിഗിനിങ് വിത്ത് എ സബ്ജക്ട്. പക്ഷേ ഇത് തുടങ്ങിയിരിക്കുന്ന ഈ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്ന സബ്ജക്റ്റിലല്ല. സോ ദിസ് സെൻറ്റൻസ് ഈസ് ഇൻ ദി പാസീവ് വോയിസ്. അതുകൊണ്ട് ഇത് ആക്റ്റീവ് വോയിസിലല്ല. ഈ സെൻറ്റൻസ് എന്താണ്? പാസീവ് വോയിസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ റൂൾ ഇതാണ്. എ സെൻറ്റൻസ് ഈസ് ഇൻ ദി ആക്റ്റീവ് വോയിസ് ഓൺലി വെൻ ദി സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് എ സബ്ജക്ട്, അതർവൈസ് ഇറ്റ് ഈസ് ഇൻ ദി പാസീവ് വോയിസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു സെൻറ്റൻസ് എപ്പോഴെങ്കിലും ആക്റ്റീവ് വോയിസിലാണ് സബ്ജക്റ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. അല്ലാത്ത കണ്ടീഷനിലെല്ലാം അതിനെ നമ്മൾ പാസീവ് വോയിസ് എന്ന് വിളിക്കും. നമുക്കതിനെ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ദി മാംഗോസ് ആർ ബീങ് ത്രോൺ ഔട്ട്. ഇവിടുത്തെ വെർബ് ത്രോയാണ്. ത്രോ കഴിഞ്ഞ് ത്രോ ചെയ്യുന്ന ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം മാംഗോസ് അല്ല. മാംഗോസിന് സ്വന്തമായിട്ട് എടുത്ത് പുറത്തോട്ട് എറിയാനുള്ള കഴിവില്ല. അപ്പോൾ ആരാണെന്നുള്ളത് എഴുതിയിട്ടില്ല. അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന മാംഗോസ് എന്ന് പറയുന്ന നൗൺ അല്ല യഥാർത്ഥത്തിൽ ഈ സെൻറ്റൻസിനകത്തുള്ള സബ്ജക്റ്റിനെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രിവിലേജ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ പാസീവ് വോയിസ് എഴുതുമ്പോൾ സബ്ജക്റ്റിനെ മെൻഷൻ ചെയ്യാതിരിക്കാം. എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രോനൗൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഉപേക്ഷിക്കാതെ നമ്മൾ ആക്റ്റീവ് പാസീവിൻ്റെ റൂൾ വരുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് പറയാം ദിസ് ഈസ് ഇൻ ദി പാസീവ് വോയിസ്. എന്തുകൊണ്ടാണ് ഒറ്റ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്? എന്താ കണ്ടീഷൻ? എന്താ? അതായത് സബ്ജക്റ്റിനെ അല്ല നമ്മളിവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. ദി പോലീസ് കോട്ട് ദി തീഫ്. അപ്പോൾ ഇവിടെ കോട്ട് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ വെർബ് എന്ന് പറയുന്നത് ക്യാച്ച് എന്നാണ്. ക്യാച്ച് ചെയ്ത് എന്തിനെയാണ് പിടിച്ചത്? തീഫിനെയാണ് പിടിച്ചത്. അപ്പോൾ തീഫ് എന്ന് പറയുന്ന ഓബ്ജക്റ്റാണ്. ശരിയല്ലേ? പോലീസാണ് പിടിച്ചത്. അപ്പോൾ പോലീസ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ആ ക്രിയേറ്റ് ചെയ്തത് പോലീസാണ്. അത് ആദ്യമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ വിളിക്കാം ആക്റ്റീവ് വോയിസ്. അടുത്ത് നോക്കാം. ബേർഡ്സ് ആർ ഫ്ലൈങ് ഇൻ ദി സ്കൈ. ദി ബേർഡ്സ് ആർ ഫ്ലൈങ് ഇൻ ദി സ്കൈ. ശരിയല്ലേ? അപ്പോൾ അവിടെ നോക്കിയേ, ഫ്ലൈ എന്ന് പറയുന്നതാണ് ക്രിയ, ചെയ്യുന്നത് ബേർഡ്സ് ആണ് സബ്ജക്റ്റ്, എഴുതിയിരിക്കുന്ന ആദ്യമാണ് ആക്റ്റീവ് വോയിസ്. അടുത്ത് നോക്കാം. ദി ഫിഷസ് ആർ ബീങ് സോൾഡ് ഇൻ ദി മാർക്കറ്റ് ബൈ ദി ഫിഷർമാൻ. ഇനി ഇതിനകത്തൊരു കാര്യം നോക്കാം. ഫ്ലൈയിങ് കഴിഞ്ഞിട്ട് നമുക്കൊരു നൗൺ ഉണ്ട്, സ്കൈ എന്ന് പറയുന്നൊരു നൗൺ ഉണ്ട്. ഈ സ്കൈ എന്ന് പറയുന്ന നൗൺ എന്ന് പറയുന്നത് ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷന് ശേഷമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം സ്കൈ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആണ്. പക്ഷേ അത് വെർബിൻ്റെ ഓബ്ജക്റ്റ് അല്ല, പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റാണ്. അടുത്ത് നോക്കാം. ദി ഫിഷസ് ആർ ബീങ് സോൾഡ് ഇൻ ദി മാർക്കറ്റ് ബൈ ദി ഫിഷർമെൻ. ഇവിടെ വരുന്നുണ്ട് വീണ്ടും നമ്മൾ പറയുന്നത് എന്താ? ദി ഫിഷസ് ആർ ബീങ് സോൾഡ്. അപ്പോൾ ഫിഷസ് ആർ ബീങ് സോൾഡ്, സെൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്രിയ. ആരാണ് സെല് ചെയ്യുന്നത്? ഫിഷർമെൻ ആണ് സെല് ചെയ്യുന്നത്. ഫിഷർമെന്നെ നമ്മൾ ലാസ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റിൽ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് ഇവിടെ ലാസ്റ്റിൽ എഴുതിയാൽ അത് പാസീവ് വോയിസ് ആയിരിക്കും. കണ്ടോ? ഇതിനകത്ത് നമുക്ക് തന്നെ നോക്കാം. ഇതിനകത്തുള്ള നൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആലോചിച്ച് നോക്കിയാൽ ഫിഷസ് ആർ ബീങ് സോൾഡ്. ഫിഷ് എന്ന് പറയുന്നതാണ് ഒരു നൗണാണ് അല്ലേ? മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു നൗണാണ്. ഫിഷർമെൻ എന്ന് പറയുന്ന ഒരു നൗണാണ്. ഫിഷർമെൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തെ സബ്ജക്റ്റാണ്. പക്ഷേ എഴുതിയിരിക്കുന്നത് എവിടെ? ബൈക്ക് ശേഷമാണ് എഴുതിയിരിക്കുന്നത്. ദ ഫിഷർമെൻ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് ബൈക്ക് ശേഷമാണ്. പക്ഷേ ഇപ്പോൾ ഈ പാസീവ് വോയിസിൽ ഈ ഫിഷർമെൻ എന്ന് പറയുന്നത് ഓബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഏതിൻ്റെ ഓബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്? ബൈ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായി? ഈ സെൻറ്റൻസിൻ്റെ പാർട്ടായിട്ടല്ല വന്നിരിക്കുന്നത്. ബൈയുടെ പ്രിപ്പോസിഷൻ സെൻറ്റൻസിൻ്റെ പാർട്ട് തന്നെയാണ്. അതെന്താണ് എന്ന് നമുക്ക് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ബൈ ദി ഫിഷർമാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫിഷർമാൻ ആണ് ഇവിടുത്തെ ആ സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് മറക്കാം. പിന്നെ നമുക്ക് കിട്ടുന്ന രണ്ടെണ്ണമാണ്, ഫിഷും ഉണ്ട് മാർക്കറ്റും ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ രണ്ടെണ്ണം ഓബ്ജക്റ്റാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചോണം. ഫിഷസ് എന്ന് പറയാം. അപ്പോൾ ആദ്യം വന്നതുകൊണ്ട് അതിന് ഓബ്ജക്റ്റ് അല്ലാതെ കണക്കാക്കരുത്. ഓബ്ജക്റ്റ് ആദ്യവും വരാം എന്നുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞൊരു അസർട്ടീവ് സെൻറ്റൻസ് ആകുമ്പോൾ തുടങ്ങുന്ന നൗണിലായിരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. സബ്ജക്റ്റിൽ തുടങ്ങണമെന്നോ ഓബ്ജക്റ്റിൽ തുടങ്ങണമെന്നോ ഒന്നും നമ്മൾ പറഞ്ഞില്ല. കൂടുതൽ എക്സസൈസ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പഠിക്കാം. അടുത്ത് നോക്കാം. വി വെന്റ് ടു സീ ദി താജ്മഹൽ ലാസ്റ്റ് വീക്ക്. അപ്പോൾ നമ്മൾ നോക്കിയേ വെന്റ് എന്നാണ്. വെന്റ് എന്ന് പറയുന്നത് ശരിക്കും ക്രിയ ഗോ. ആരാ പോയത്? വി ആണ് പോയത്, നമ്മളാണ് പോയത്. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ആദ്യം എഴുതിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ആക്റ്റീവ് വോയിസ് ആണ്. ആരാ പോയത്? നമ്മളാണ് പോയത്. അപ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആക്റ്റീവ് വോയിസ് ആണ്. വി വെന്റ്, ഗോ ചെയ്ത ആരാ? നമ്മളാണ് പോയത്. അതുകൊണ്ട് വി ആദ്യമേ എഴുതി ആക്റ്റീവ് വോയിസ്. ദി ബോയ് ഹാസ് ബീൻ സിറ്റിംഗ് ഹിയർ സിൻസ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ മുതലേ ഇവിടെ ഇരിക്കുകയായിരുന്നു. ദി ബോയ് ഹാസ് ബീൻ സിറ്റിംഗ് ഹിയർ സിൻസ് യെസ്റ്റർഡേ. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആരാണ് ഇരിക്കുന്നത്? ബോയ് ആണ്. ആക്റ്റീവ് വോയിസ്. കണ്ടോ? ശരിയല്ലേ? അടുത്ത ദി മാൻ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ബൈ ടുമാറോ. അപ്പോഴും നമുക്കറിയാം കംപ്ലീറ്റ് ചെയ്യുന്ന ആരാ? മാനാണ്. ആദ്യമാണ് ആക്റ്റീവ് വോയിസ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു പാടുമില്ല അതിനകത്ത്. ദേ ഹാവ് മൈ മണി.
ഏതാന്ന് നോക്കാം. ഫിസിക്കൽ ടു ഏതാ? ദേ ഹാവ് മൈ മണി. അവരുടെ കയ്യിലാണുള്ളത്. ഉണ്ട്. ഹാവ് എന്ന് വെച്ചാൽ ഉണ്ടെന്നാണ്. ആരുടെ കയ്യിലുണ്ട്? അവരുടെ കയ്യിലുണ്ട്. ആദ്യമാണ് എഴുതിയിരിക്കുന്നത് ആക്റ്റീവ് വോയിസ്. കണ്ട. പിന്നെ ദി ബ്രിഡ്ജ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ഒന്ന് ആലോചിച്ച് നോക്കാം. ബൈ ദി വർക്കേഴ്സ്. ആരാണ് ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്യുക? ആരാ കംപ്ലീറ്റ് ചെയ്തത്? ബ്രിഡ്ജാണോ കംപ്ലീറ്റ് ചെയ്തത്? അല്ല, വർക്കേഴ്സാണ് കംപ്ലീറ്റ് ചെയ്തത്. സബ്ജക്റ്റ് ആദ്യമല്ല എഴുതിയിരിക്കുന്നത്, അവസാനമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം അത് പാസീവ് വോയിസ് ആണ്. ശരിയല്ലേ? ഇത്രയും കാര്യം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി കാണും എന്ന് കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ ടെൻസൂടെ നോക്കാം. ആദ്യത്തെ എന്താണ്? ആറ് ബീയിങ്. ബീയിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ആറെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രസൻ്റ് ആണെന്ന് മനസ്സിലായി. പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അല്ല, പെർഫെക്റ്റ് അല്ലെന്ന് മനസ്സിലായി. എന്താണ്? ഹാസ്, ഹാവ്, ഹാഡ് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് പറയാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഇതിൻ്റെ അടുത്ത ടെൻസ്. ടെൻസ് ഏതാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ്. അടുത്ത നോക്കാം. ദി പോലീസ് കോട്ട് ദി തീഫ്. ക്യാച്ച് എന്ന് പറയുന്നതാണ് ഒറിജിനൽ ഫോം. കോട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫോമാണ്. ഇവിടെ ഉള്ളത് ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി ആണ്. അതുകൊണ്ട് നമുക്കറിയാം ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ എൻ ജി ഒന്നും ഇല്ലല്ലോ. ഐ എൻ ജി ഇല്ല. സിമ്പിൾ പാസ്റ്റ് ആണ്. ശരിയല്ലേ? ഐ എൻ ജി ഇല്ല. ഹാസ്, ഹാവ്, ഹാഡിലൊന്നുമില്ല. ശരിയല്ലേ? അപ്പം പിന്നെ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ് അല്ല, പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല. അന്നേരം പിന്നെ എന്തുമായിരിക്കും? സിമ്പിൾ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ് ഇതിനെ പിരിച്ചെഴുതി. കോട്ടിനെ പിരിച്ചെഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞു V2 ആണ് വരുന്നതെങ്കിൽ അവിടെ ഉള്ളത് ഡിഡ് ആണ്. ഡിഡ് അറിയുകയാണെങ്കിൽ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് അല്ല, പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണെന്നറിയാം. സിമ്പിളാണ്, പാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തറിയാം? ഇത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്നുകൂടി നമുക്കറിയാം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഇനി എക്സസൈസസ് ചെയ്യാം. ഇത് ഒരുപാട് നീളമായിപ്പോയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത സമയം കളയുന്നില്ല. ദി ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദി സ്കൈ. അപ്പോൾ എന്താ കിട്ടും? ഇവിടെ നോക്ക്, ഫ്ലൈയുടെ കൂടെ ഐ എൻ ജി വന്നു, കണ്ടിന്യൂസ് വന്നു, ആറെന്ന് പറയുന്ന വന്നു. ഹാസ്, ഹാവ്, ഹാഡ് ഒന്നുമില്ല. പെർഫെക്റ്റിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ വെറും കണ്ടിന്യൂസ് ആണ്. ആറെന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടി പ്രസൻറ്റ് കണ്ടിന്യൂസ്. കണ്ടോ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. കണ്ട. അടുത്ത ദി ഫിഷസ് ആർ ബീങ് സോൾഡ് ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ അവിടെ നമുക്കറിയാം ബീയിങ്ങിൻ്റെ ബിയുടെ കൂടെ ഐ എൻ ജി ചേർന്ന് വന്നു, കണ്ടിന്യൂസ് ആണ്. ആറ് വന്നു, പ്രസൻ്റ് ആണ്. വീണ്ടും നമുക്കറിയാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. വി വെൻറ്റ് ടു സി. വെൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടു, വേറെ ഓക്സിലറി ഒന്നും കാണാനില്ല. വേറെ ഓക്സിലറി ഒന്നും കാണാനില്ല എങ്കിൽ നമ്മളെന്ത് വേണം? വെർബിനെ പിരിച്ചെഴുതണം. അപ്പോൾ വെൻറ്റ് എന്ന് പറയുന്നതിനെ പിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്ന ഡു പ്ലസ് ഗോ എന്നാണ്. അല്ല, സോറി, ഡിഡ് പ്ലസ് ഗോ എന്നാണ്. ശരിയല്ലേ? വെൻറ്റിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡിഡ് പ്ലസ് ഗോ എന്നാണ് കിട്ടുക. ഡിഡ് പ്ലസ് ഗോ എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഡിഡ് വന്നു കഴിഞ്ഞാൽ എന്തുവാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഡിഡ് എന്ന് പറയാം പാസ്റ്റ് ടെൻസ് ആണ്. നമുക്കറിയാം ഐ എൻ ജി ഇല്ല, ഹാസ്, ഹാവ്, ഹാഡ് ഇല്ല. ഇപ്പോൾ കണ്ടിന്യൂസ് അല്ല, പെർഫെക്റ്റ് അല്ല. അപ്പോൾ പിന്നെ എന്താണ്? സിമ്പിൾ പാസ്റ്റ്. അല്ല, ഇത് നമുക്ക് കിട്ടി സിമ്പിൾ പാസ്റ്റ്. അല്ല, അടുത്ത ദി ബോയ് ഹാസ് ബീൻ സിറ്റിംഗ് ഹിയർ സിൻസ്. ഉണ്ട്. ഇവിടെ എന്താ ഉണ്ട്? ഐ എൻ ജി ഉണ്ട്. പിന്നെന്തുണ്ട്? ഹാസ് ഉണ്ട്. അപ്പോൾ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ബീനുണ്ട്. ബീനല്ലേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നാൽ ഇത്രയും പാർട്ടൂടെ ചേർന്ന് എന്തോയിട്ട് മാറി? പെർഫെക്റ്റ് ആയിട്ട് മാറി. ഐ എൻ ജി വന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാറി. അപ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞ ഹാസ്, ഹാവ് രണ്ടും ഉപയോഗിക്കുക പ്രസൻറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതെന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാറുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഈ കാസറ്റ് ഇട്ട് കേൾക്കുക, ഈ പാർട്ട് ഇട്ട് കേൾക്കുക. നിങ്ങൾ പോസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2-3 പ്രാവശ്യം അത് നിങ്ങൾ കേട്ടാൽ മതി. അടുത്ത് നോക്കാം. ദി മാൻ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. വില്ല് വന്നപ്പം തന്നെ നമുക്കറിയാം ഫ്യൂച്ചർ മോഡലാണ്, ഫ്യൂച്ചർ ടെൻസായി. ഇനി ഹാവ് വന്നാൽ അറിയാം പെർഫെക്റ്റ് ആണ്, ആവാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആലോചിച്ച് നോക്കുക. കംപ്ലീറ്റഡ് എന്ന് പറയാം പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, V3 ആണ്. അപ്പം നമുക്ക് പറയാം ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ കാര്യം? പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലാതെ എന്താ? കംപ്ലീറ്റിംഗ് അല്ല, ഐ എൻ ജി വന്നിട്ടില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് മാത്രമേ ഉള്ളൂ. ദേ ഹാവ് മൈ മണി. നോക്കണം, ദേ ഹാവ് മൈ മണി എന്ന് പറയുന്ന സെൻറ്റൻസിനകത്ത് എന്തുകൊണ്ട്? ഹാവ് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടില്ല. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോണം എന്താണ് അത് പെർഫെക്റ്റ് ടെൻസ് അല്ല. പിന്നെന്താണ്? ഐ എൻ ജി ഇല്ല. അപ്പോൾ പെർഫെക്റ്റ് അല്ല, കണ്ടിന്യൂസ് അല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ സിമ്പിളാണ്. ഹാവ് എന്ന് പറയുന്നത് ഇതിനകത്താണ് വരുന്നത്, പ്രസൻറ്റ് ടെൻസിനകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി സിമ്പിൾ പ്രസൻറ്റ്. അല്ല, ദി ബ്രിഡ്ജ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് എന്താ വരും? അവിടെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഹാവ് വന്നിട്ടുണ്ട്, ബീൻ വന്നിട്ടുണ്ട്. ഹാവും ബീനോട് ചേർന്ന പാർട്ട് പെർഫെക്റ്റ് ആയി. കംപ്ലീറ്റഡ് എന്ന് പറയാൻ പാസ്റ്റ് പാർട്ടിസിപ്പിളും വന്നിട്ടുണ്ട്.
അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഹാവ് ബീനും വന്നപ്പോൾ തന്നെ പെർഫെക്റ്റ് ആയി എന്ന് മനസ്സിലായി. പക്ഷേ ING ഇല്ല എന്ന് മനസ്സിലായി. ശരിയല്ലേ? ഇനി ഹാവ് എന്ന് പറയുന്ന ഏത് ടെൻസിനകത്ത് വരുന്നതാണ്? പ്രസൻറ്റ് ടെൻസിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ല, പ്രസൻറ്റ് പെർഫെക്റ്റ്. ഈ പാർട്ട് നിങ്ങൾ വീണ്ടും 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 കേൾക്കുക. കേട്ട് നല്ല കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇത് തന്നെ വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നു. ഇത്രയും നേരം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.